വൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ബിഗ് ബോസ് കഫേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്റെ കൂടെ RJ ബിൻസി. സങ്കടമാണോ സന്തോഷമാണോ, ഞാൻ എങ്ങനെ വെൽക്കം ചെയ്യും? ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്ന ഒരാള് ഞാൻ എങ്ങനെ വെൽക്കം ചെയ്യാം ബിൻസി? സങ്കടമുണ്ട്, പക്ഷെ സന്തോഷമുണ്ട്, എക്സൈറ്റ്മെന്റും ഉണ്ട്. എന്താ പറയാ, എന്തിനാ എക്സൈറ്റ്മെന്റ്? തിരിച്ചു വന്ന ഒരാൾക്ക് എന്തിനോടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്? എന്താ പറയുന്നത്, ഇപ്പം തിരിച്ചു വന്നിട്ടുള്ള ലൈഫ് ഞാൻ എൻജോയ് ചെയ്തോണ്ടിരിക്കുക. പോകുന്നതിന് മുൻപ് നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ പോയി, അവിടെ വേറൊരു ലൈഫാണ്. അപ്പൊ അത് കണ്ടതിന്റെ സന്തോഷം. പക്ഷെ അവിടുന്ന് ഞാൻ ലാസ്റ്റ് ലാലേട്ടനോട് പറഞ്ഞ പോലെ സങ്കടത്തോടു കൂടി ഇറങ്ങി പോകുന്നത്, പക്ഷെ ഓവർകം ചെയ്തല്ലേ പറ്റൂ. പക്ഷെ ലാലേട്ടനോട് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അത് നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴേ നിങ്ങൾ ഒന്നാമത് വിതുമ്പി നിൽക്കാണ്, ഇമോഷണലി ഇങ്ങനെ നിൽക്കല്ലേ. അതിന്റെ കൂടെ തിരിച്ചെന്നെ വിടാതിരിക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ലാലേട്ട എന്നാ ഫുൾ ഓൺ ഇമോഷനിൽ ചോദിച്ചപ്പോ പെട്ടെന്ന് എനിക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പെട്ടെന്ന് തോന്നിയത് ലാലേട്ടന്റെ ചിത്രം എന്നുള്ള മൂവിയിൽ ലാലേട്ടൻ ഇതേപോലെ നമ്മുടെ സൗജന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ സാറേ? ആ ഡയലോഗാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നിയത്. ആ ഒരു സമയം എവിക്റ്റഡ് ആണെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ആ സമയത്ത് എവിക്റ്റഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ബോൾഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അവരോടൊക്കെ ഗെയിമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടി എടുക്കാൻ പോവാണ്. അപ്പം അത് കഴിയുമ്പോഴും ഞാൻ അങ്ങോട്ട് എല്ലാവരെയും ഹഗ് ചെയ്യുന്നു, എല്ലായിടത്തും ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയുന്നു. ഇറങ്ങുമ്പോഴും എനിക്ക് അത്ര വിഷമം ഉണ്ടായിരുന്നില്ല, കാരണം ഇത് എനിക്കിങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് സ്റ്റേജിൽ വന്നിട്ട് എൻ്റെ ഒരു വീഡിയോ കാണുകയാണ്. സ്റ്റേജിൽ വന്നിട്ട് ഞാൻ 2 ആഴ്ച അവിടെ നിന്നതിന്റെ വീഡിയോസ് അതിലാലേട്ടൻ കാണിക്കുന്നുണ്ടല്ലോ. അതിൽ ഞാൻ വീണുപോയി കേട്ടോ. കാരണം അപ്പോഴാണ് നമുക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയാണ് ഔട്ട് വരുന്നത്, എന്താണ് നിങ്ങൾ കാണുന്നതൊന്നും അറിയത്തില്ല. നമ്മളവിടെ ജീവിക്കുവാണല്ലോ. അപ്പൊ നോക്കുമ്പോ എന്റെ അവിടുത്തെ കുറെ വിഷ്വൽസ്, അയ്യോ അത് കണ്ടപ്പോ ഞാൻ കരഞ്ഞുപോയി. പിന്നെ അങ്ങോട്ട് ഫുൾ കരച്ചില്ല, എന്തൊക്കെയോ ഉള്ളിന്ന് വന്നുപോയി. വിഷമം കാരണം അങ്ങനെ പറഞ്ഞു പോയതാ. ശരിക്കും കുറെ ഇപ്പൊ ട്രോളും അതിന്റെ കുറെ വീഡിയോസും അത് കണ്ടിട്ട് കുറെ പേര് എനിക്ക് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവർക്കും വിഷമമായി, എനിക്കും ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നിങ്ങളെ ഈ ഓരോ എലിമിനേഷൻ ടൈമിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മെന്റലി കുറെയൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ നിൽക്കണം അല്ലേ? കാരണം ഒരുപക്ഷെ എൻ്റെ പേരായിരിക്കാം വരുന്നത്. അത് പറയുമ്പോൾ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അപ്പൊ എല്ലാവരുടെയും ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് തന്നെ ആയിരിക്കണം. അതെ അതെ, ഞങ്ങള് എല്ലാ എവിക്ഷന് മുമ്പും ഫ്രൈഡേ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്, ആരായിരിക്കും പോകുന്നത്, എന്തായിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ പറയും ഈ ആഴ്ച ആര് പോകും. അപ്പൊ നമുക്ക് ഒരാളുടെ പേര് നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ എന്റെ കാര്യം പറയുന്നില്ല. നമുക്ക് വീക്കെൻഡില് ഉള്ള ഡ്രസ്സ്, നമുക്ക് ഇപ്രാവശ്യം 7ന്റെ പണിയായത് കാരണം എല്ലാ ദിവസവും നമുക്ക് ഡ്രസ്സ് ഒന്നും നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. ആകെ കൂടി ഇടാൻ പറ്റിയത് വീക്കെൻഡിൽ മാത്രമാണ്. അപ്പൊ ആ ഡ്രസ്സ് വന്നപ്പോ ഞാൻ നോക്കിയപ്പോ അയ്യോ, ഞാൻ മനസ്സിൽ വിചാരിച്ച ലഹങ്ക തന്നെ. അപ്പൊ ഞാൻ കൊള്ളാലോ, നമുക്കൊന്നും അറിയില്ല അവരെന്താ തരുന്നതെന്ന്. അപ്പൊ ഞാൻ തമാശക്ക് എല്ലാവരോടും പറഞ്ഞു, എടാ എല്ലാ മാച്ചിങ് സാധനങ്ങൾ, ഓർണമെന്റ്സ് എല്ലാം മാച്ചിങ്. അപ്പൊ ദൈവമേ ഇനി തിരിച്ചെങ്ങനെ വിളിക്കാനാണോ? അപ്പൊ എല്ലാരും പറഞ്ഞു ആയിരിക്കില്ല, ബിൻസി മോള് പോത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റേ. അപ്പോഴും ഞാൻ 1% പോലും വിചാരിച്ചില്ല ഞാനാണ് എവിക്റ്റ് ആകുന്നതെന്നുള്ളത്. അവിടെ നിൽക്കുമ്പം വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. പിന്നെ നമ്മള് അവിടെ നിൽക്കുമ്പോ എല്ലാം എന്താ മനസ്സിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ഏത് നിമിഷം എന്ത് സംഭവിക്കാം എന്ന് വിചാരിച്ച് തന്നെ നിൽക്കണം. അപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സ്റ്റേറ്റിൽ തിരിച്ചിപ്പം ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലേക്ക് പല ഇത് വന്നപ്പം ശരിക്കും അങ്ങ് ബ്രേക്ക് ആയി എന്ന് പറഞ്ഞില്ല ആ ഒരു മൊമെന്റ്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടന് ഒരു ചാൻസ് തന്നു എല്ലാവരുടെ അടുത്തും വീട്ടിലേക്ക് പോയിട്ട് ഒരു ബൈ പറയാൻ. ആ ഒരു ഇമോഷണൽ ആ ഒരു മൊമെന്റ് അത് ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്ത്. കാരണം ഞങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ തന്നെ അതിനുശേഷം ബിൻസി ഇറങ്ങിക്കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും ബിൻസിനെ കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയ ഫുൾ എല്ലാവരും ഒന്നടങ്കം പറയണത് ഒരു അൺഫെയർ എവിക്ഷൻ ആണ്, ബിൻസി ആയിരുന്നില്ല പോവേണ്ടിയിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കട്ടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അത് ബിൻസി അറിയുന്നില്ല. പക്ഷെ എന്നാൽ അവിടെ ബിൻസി എല്ലാവരുടെ അടുത്തും ഹഗ് ചെയ്തു, ബൈ പറഞ്ഞു, പോണു, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും റിപ്പീറ്റഡ്ലായിട്ട് ഇതിനകത്ത് കുറെ അതിനുശേഷം ബിഗ് ബോസിനകത്ത് ഉൾപ്പെടെ ഷാനവാസ് ഉൾപ്പെടെ പിക്ക് ചെയ്തുകൊണ്ട് വന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കൂടുതൽ തവണ ശരത്തിന്റെ അടുത്ത്, അപ്പാനിയുടെ അടുത്ത് ബിൻസി കാണിച്ചൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഹഗ് ചെയ്തത്, മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തത്. പിന്നെ ചെവിയിൽ നിങ്ങൾ എന്തോ സീക്രട്ട് പറഞ്ഞു. സീക്രട്ട് ഒന്നുമല്ല, അവിടെ ഒരു സീക്രട്ടും നടക്കത്തില്ല. ഞാൻ പറഞ്ഞെന്നറിയാം, കപ്പടിച്ചിട്ട് വരണം അതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇരുന്നിട്ട് ചെവിയിലേ, അത് അപ്പാനിയുടെ ചെവിയിൽ മാത്രമല്ല പറയണേ, അപ്പൊ ചെവി പോയിട്ട് പറയണു. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് അത് പിന്നെ ഇത് ഇങ്ങനെയല്ലേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണത്. എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് കണ്ടന്റ് ക്രിയേറ്റ്. അപ്പൊ ഷാനവാസ് പിന്നെ ബിൻസി പോകുന്നതിന് ശേഷം
നിങ്ങൾ തമ്മിൽ എന്തോ ആണ്, എന്തൊക്കെയോ ആണ്, ഭയങ്കര ഇതാണ്, അത് ശരിയായില്ല, എന്തുകൊണ്ട് ശരത്തിന്റെ അടുത്ത് മാത്രം ബിൻസി ഇങ്ങനെ ചെയ്തു, കണ്ടു കാണുമല്ലോ എപ്പിസോഡൊക്കെ, പോയ എപ്പിസോഡുകളിൽ കണ്ടു. അപ്പൊ അതിൽ മൊത്തം ഈ ബിൻസി കണ്ടന്റ് ഇതായിരുന്നു അവര് അടുത്ത ദിവസം മെയിൻ ആയിട്ട് കൊണ്ടുവന്നത്. എന്താ ബിൻസിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഷാനവാസ് കണ്ടന്റിന് വേണ്ടി അങ്ങനെ പറഞ്ഞു, ഇപ്പൊ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഞാൻ ഉള്ള സമയത്തായിരുന്നു പറഞ്ഞതെങ്കിൽ എനിക്ക് മറുപടി കൊടുക്കായിരുന്നു. ഉള്ള സമയത്ത് പറയത്തക്ക വിധത്തിൽ ആ വീട്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ഇറങ്ങി കഴിഞ്ഞപ്പോ ഷാനവാസും അനുമോൾ എന്തോ ഇടക്ക് പറഞ്ഞു ഇതുപോലെ. അപ്പം അവർക്ക് കണ്ടന്റ് ദാരിദ്ര്യം വന്ന കാരണം എന്തെങ്കിലും വേണല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞായിരിക്കും. പിന്നെ അപ്പാനിയായിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് ഒരു 3 ദിവസം മുമ്പാണ് അക്ബർ അപ്പാനി കൂട്ടുകെട്ടിലേക്ക് ഞാൻ പോകുന്നത്. അവരുടെ അങ്ങനെ കമ്പനി ആയിട്ടുള്ള അവരുടെ കൂടെ പോയി ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ ആ വീട്ടില് എല്ലായിടത്തും മിണ്ടും, എല്ലായിടത്തും സംസാരിക്കും. എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ വേണ്ടി അവിടെ അങ്ങനെ ആരും ഇല്ല. അതുപോലെ തന്നെ ഞാൻ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ആർക്കും അങ്ങനെ എന്നോട് ദേഷ്യമല്ല, എനിക്ക് അങ്ങനെ ദേഷ്യം വെക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായിട്ടില്ല. ന്യൂട്രൽ ആയിട്ട് തന്നെയാണ് എല്ലായിടത്തും നിൽക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ഒരു 2-3 ദിവസം അക്ബർ ചേട്ടന്റെ അടുത്ത് അപ്പാനി ചേട്ടൻ ഒക്കെ പോയി ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ, സരിക ചേച്ചി, ബിന്നി, ഞങ്ങൾ എല്ലാവരും കൂടി കൗണ്ടേഴ്സ് ഒക്കെ പറഞ്ഞു ഭയങ്കര ഫണ്ണാക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ പിന്നെ അപ്പാനിനെ ക്ലോസ് ആക്കാൻ അവരെന്റെ അടുത്ത് ഇങ്ങനെ തമാശക്ക്, അപ്പാനി മാത്രം ബിൻസിക്കോച്ചേ എന്നൊക്കെ വിളിക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, ഞാൻ തിരിച്ച് ചാച്ചനെ പോലാണെന്നാ പറഞ്ഞത്. കാരണം അപ്പാനി അകത്തുള്ള അപ്പാനി എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുള്ള എന്തൊക്കെയാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ പുള്ളി ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയത്. സാധാരണ ഞാനും ഒരു സാധാരണക്കാരിയാണ്, എന്റെ അപ്പനും ഒരു സാധാരണക്കാരായ മനുഷ്യനാണ്. അപ്പാനോട് സംസാരിക്കുമ്പോൾ ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു ചാച്ചൻ എന്ന് പറഞ്ഞാൽ അപ്പനെ വിളിക്കും, ആങ്ങളേനെ വിളിക്കും. അപ്പൊ ആ ഒരു വൈബാണ് പുള്ളിയുടെ അടുത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇത് കാരണം പിന്നെ പുള്ളി എഫോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് അകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പുള്ളി തന്നെ പോയി വിളിച്ചു മിണ്ടും. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള അനുവിന്റെ വിഷയം, അനു ഒരു കാര്യമില്ലാണ് അത്രയും പറഞ്ഞത് പുള്ളിനെ, എന്റെ പേരിൽ എന്തൊക്കെയോ. അപ്പൊ എന്താ ഇയാൾ ശരത്തേട്ടൻ കാരണം ഒരാൾ പുറത്തു പോയി, വീടിന് പുറത്ത് ഒരു പെൺകുട്ടി പോയി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഇവർ തമ്മിൽ കൂട്ടാവുന്നതും മിണ്ടുന്നതൊക്കെയാ. അപ്പൊ അപ്പാനി അങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും. അപ്പം ഒരുപാട് ഇപ്പം ടാസ്കിലൊക്കെ ആണെങ്കിലും പുള്ളി ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ആയത് കാരണം പുള്ളി ജയിക്കണം എന്നൊരു ആഗ്രഹം അപ്പൊ തോന്നി, അത് പുള്ളി എടുത്ത് പറഞ്ഞിട്ട് അങ്ങ് പോന്നു. പക്ഷേ അത് കാണുമ്പം എനിക്കത് അതിനകത്ത് ഇപ്പൊ എന്താ പറയാ, നമ്മളൊക്കെ ഫ്രണ്ട്സിനെ ഇടയ്ക്ക് നമ്മൾ ബൈ പറയുന്ന സമയത്ത് നമ്മൾ ഹഗ് ചെയ്യാറുണ്ട്, നമ്മൾ ബൈ പറയാറുണ്ട്. സോ എനിക്ക് പേഴ്സണലി എനിക്കതിന് ഒരു ഇതായിട്ടും തോന്നിയിട്ടില്ല. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ഫോളോ ചെയ്യുന്ന കുറച്ച് പേരൊക്കെ അത് ശരിയായില്ല, എന്തുകൊണ്ടാണ്, കാരണം മൾട്ടിപ്പിൾ ആയിട്ട് ഒരാളെ, പിന്നെ മാത്രമല്ല അപ്പാനയുടെ വൈഫ് രേഷ്മ പ്രഗ്നന്റ് ആണ്. അപ്പം അതുവരെ അവർ അതിനകത്ത് എടുത്തു പറഞ്ഞിട്ട് ഇമോഷണൽ സാധനം അവിടെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയാണ്. കണ്ടോ, എന്നിട്ടും ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഫാമിലി വരാൻ അവരെ കാണാനായിട്ട് ചാൻസ് കൊടുക്കുന്നു, അപ്പോഴും ആ പോയിന്റിന് വേണ്ടിയിട്ട് ഫാമിലിനെ ഇത് ചെയ്യുന്നില്ല. അപ്പൊ അതൊക്കെ ആര്യനൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഇമോഷണലി ഒക്കെ നമ്മളെ എത്രത്തോളം തളർത്താൻ പറ്റുന്നോ, നിങ്ങൾ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരെ, ഇങ്ങനെയാണോ ശരിക്കും ഈ ഒരു ഗെയിം? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇവര് കണ്ടന്റ് എന്നുള്ളതിലുപരി ഇതൊരു മൈൻഡ് ഗെയിം ആണല്ലോ. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തളർത്തിക്കൊണ്ട് നമുക്ക് ജയിക്കാവുന്ന ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട്. എക്സ്ട്രീം ലെവലിൽ നമുക്ക് തളർത്താം, അതിനുള്ള ലൈസൻസ് കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്കറിയില്ല, ഓരോരുത്തരുടെ മനസ്സിലും ഓരോ കാര്യങ്ങളാണ്. ഇപ്പം ഷാനവാസ് ഞാൻ ഫസ്റ്റ് പൊകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ ടാസ്കിൽ പോകുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര ഒരു സാധനമാണ് നമുക്ക് തന്നെ. അപ്പം ഓക്കെ, എന്നാലും നമുക്കറിയാം ഗെയിമാണ്. കാരണം പുള്ളി തന്നെ നമ്മുടെ അടുത്ത് വന്ന് സെക്കൻഡ് ഡേ പറഞ്ഞു, എന്താ ഞാനൊരു ആക്ടറാണ്, അപ്പം ഞാൻ അഭിനയിച്ചെന്നെ നിൽക്കാൻ വേണ്ടിയാണ്, അപ്പൊ എന്നെ ഒരുപാട് പേര് സ്വീകരിച്ചിട്ടുണ്ട്, ആക്ടറായിട്ട് ശരിയാണ് അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷെ ഇനി ഞാൻ ഇവിടെ അങ്ങനെ നിൽക്കും എന്ന് പറയുമ്പോൾ അതിലെ നൂറൊക്കെ പറയുന്നുണ്ട്, ആ ചേട്ടാ ശരി. അത് കഴിയുമ്പോൾ ഞങ്ങൾ മാറിയെന്ന് പറയുന്നുണ്ട്, അഭിനയിച്ച് നിൽക്കുന്ന പറയുന്നത് എന്താകും എന്ന് അറിയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ പുകഞ്ഞ കൊള്ളി പുറത്തിന് പുള്ളി ഞങ്ങളുടെ വന്നിട്ട് പറയുന്നത് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാന്നൊക്കെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വന്നിട്ട് അക്ബറിക്കാൻ ഞങ്ങളുടെ എല്ലായിടത്തും വന്ന് പറയുന്നുണ്ട്, എടാ പുള്ളിനെ വിശ്വസിക്കരുത്, കാരണം പുള്ളി ഞങ്ങളുടെ പറഞ്ഞു എനിക്ക് അവരെ വിശ്വാസമൊന്നുമില്ല, ഞാൻ കിടന്നുറങ്ങും, ആ ഒരു സാധനം പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എന്താ ഷാനവാസി അവരിവരും പറയുന്ന കേൾക്കാണ്ട് ഞാൻ ഷാനവാസിക്കടുത്ത് നേരെ എന്ന് ചോദിച്ചു, അങ്ങനെ പറഞ്ഞോ, ഞങ്ങളുടെ ഞങ്ങളെ വിശ്വാസമാണെന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് പറഞ്ഞു അവരെന്റെ കുഞ്ഞമ്മയുടെ മക്കളൊന്നും അല്ല. കറക്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച്, കുഞ്ഞമ്മയുടെ മക്കളൊന്നും അല്ലല്ലോ, എനിക്ക് അങ്ങനെ വിശ്വാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സത്യമാണെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു, അതെന്റെ ഗെയിമാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ കാര്യം തന്നെ മാറ്റി പറയുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് വഴക്കുണ്ടാക്കുന്ന പുള്ളിയെടുത്താ. കാരണം പറഞ്ഞ ഒന്നെങ്കിലും ഒരു നിലപാടിയെ ഉറച്ചു നിൽക്കണം, അല്ലെ അതെന്റെ ഗെയിം ആണെന്നുള്ള കാര്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ, തീർന്നു. പക്ഷെ പുള്ളി തന്നെ ഞങ്ങളുടെ മാറ്റി പറഞ്ഞു. അതുപോലെ ഗെയിം കളിക്കാൻ നിൽക്കുന്ന ആളുകളുണ്ട്, പിന്നെ പുറത്ത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് അകത്ത് വന്ന് വേറൊരു സാധനം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഓരോരുത്തരുടെ മനസ്സിലാണ് അവരുടെ ഗെയിം ഇരിക്കുന്നത്. അത് എത്രത്തോളം രൂക്ഷമാകാവോ അല്ലെ എത്രത്തോളം സോഫ്റ്റ് ആകാവോ. ഞാനൊക്കെ ആരെയും ഉപദ്രവിക്കണ്ട, മറ്റുള്ളവർക്ക് ഒരു ദോഷം വരണ്ട,
ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രതികരിക്കാന്ന് വിചാരിച്ച് ഗെയിം കളിക്കാൻ പോയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇവിടെ വന്നിരിക്കേണ്ടി വന്നത്. പക്ഷേ ഇപ്പൊ തന്നെ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ബിൻസി ആദ്യമായിട്ട് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നത് ഷാനവാസായിട്ടാണ്. പക്ഷെ നിങ്ങളൊക്കെ ഒരേ മാക്സിമം ഫ്രണ്ട്ലി ആയിട്ടും ഒരേ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ബിൻസിയുടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു കണ്ടന്റ് അത് എഗെയിൻ ആ ഒരു മൊമെന്റ് കണ്ടന്റ് ആക്കിയതും ഷാനവാസ് തന്നെയാണ് അല്ലേ? അവിടെ അതൊരു ഇഷ്യൂ ആക്കി അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തതും അത് ബിൻസിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നോ? ഞാനുണ്ടല്ലോ എന്താ പറയാ, അവിടെ ഉള്ളവരെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ, അവരിങ്ങനെയൊക്കെ പറയും. ഇപ്പൊ ഞാൻ ഈ ഷാനവാസ് പറഞ്ഞൊരു കാര്യത്തിൽ കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞങ്ങൾ ഹൗസിനുള്ളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ശരത്തേട്ടൻ രേഷ്മ ചേച്ചിയുടെ കാര്യമാണ്. അപ്പൊ പുള്ളി അവിടെ നിന്നിട്ട് പറഞ്ഞു എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, അവളാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. പിന്നെ ഫ്രണ്ട്സിന്റെ കാര്യം പറയും, അവരാണ് അത്രയും മോട്ടിവേഷൻ തന്നു വിട്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മള് ഇതുവരെ അങ്ങനെ എനിക്ക് തോന്നുന്നു 1-2 തവണ മാത്രമേ ഞാനും പുള്ളിയും മാത്രമായിട്ടിരുന്നൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. ആ സംസാരത്തിൽ പുള്ളി രേഷ്മിച്ചിയുടെ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്തെങ്കിലും ഒരു മോശമായിട്ട് ഇപ്പൊ ഷാനവാസ് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കണ്ടന്റ് ആക്കാൻ വേണ്ടി 4 പാടെ എല്ലാരും കൂടെ അത് കുത്തിപ്പൊക്കി വന്ന് വിഷയമാക്കിയാണ്. അങ്ങനെ ഒരു സാധനം ആ വീടിനുള്ളിൽ ഇല്ല. അത് 100% നമുക്ക് ഉറപ്പാണ്. അപ്പം പിന്നെ തമാശയ്ക്ക് പോലും ഇങ്ങനെ കളിയാക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ കളിയാക്കല്ലേ, കാരണം എനിക്കതൊരു പ്രശ്നമല്ല. കാരണം നമ്മൾ ഒരുപാട് അവിടെയുള്ള ഇപ്പൊ നെവിൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബിൻസി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാറുണ്ട്. എന്റെ അടുത്ത് വന്ന് ഞാൻ ലാസ്റ്റ് ഇങ്ങോട്ട് നമ്മള് ഡ്രസ്സൊക്കെ ചെയ്ത് ലാലേട്ടനെ കാണാൻ പോണ എപ്പിസോഡിൽ നെവിൻ വന്നിട്ട് കുറച്ച് ബ്ലഷ് എന്ന് പറഞ്ഞിട്ട് വന്ന് കിസ്സൊക്കെ ചെയ്തിട്ട് പോകുന്നത്. നമ്മൾ അത്രയും ഫണ്ണായിട്ടാണ് എടുക്കുന്നത്. ഇന്നത്തെ കാലമല്ലേ, ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തിരുന്നാലും മിണ്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വരാൻ പോവാ. അപ്പം അത്രയും ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഷാനവാസിക്ക ചിലപ്പം ഒരു പേഴ്സണൽ വൈരാഗ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടോ ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പൊ അനു ആണെങ്കിലും ആ ഒരു സെയിം എന്താ പറയാ, ഒരു കാര്യമില്ലെന്ന് അറിയാം. അനു ലാസ്റ്റ് ശരത്തപ്പാനി ചെന്ന് മിണ്ടുമ്പോ പറയുന്നുണ്ട് ചേട്ടാ ഇല്ല അത് അങ്ങനെ മറന്നേക്ക് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ശൈത്യ ആദില നൂറയൊക്കെ ചെന്ന് ചോദിക്കുന്നത് എന്തിനാണ് ബിൻസിന് പോയ ആളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് കള്ളമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ അവരുടെ കണ്ടന്റിന് വേണ്ടി തന്നെ ആയിരിക്കും. പിന്നെ അവർക്കും ആ വീടിനുള്ളിലുള്ള ആരും ഇതുവരെ ബിൻസി പോകും എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാരും മറ്റൊരാൾ പോകും എന്ന് തന്നെ വിചാരിച്ചിരുന്നു. പിന്നെ വീടിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ എല്ലാരും ഇങ്ങനെ മൈൻഡിൽ വെക്കും പുറത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്, പുറത്ത് ഈ ഔട്ടായിരിക്കും പോകുന്നത് എന്നൊക്കെ ചുമ്മാ അവിടെ നിന്ന് പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പം ഷാനവാസിനെ പോലെ ഒരാളൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പുറത്ത് എന്തായാലും ഇങ്ങനെ സംസാരം ഉണ്ടായി കാണും, ബിൻസി പോയത് ശരിയായില്ല എന്ന് വിചാരിച്ചിട്ടാകാം മേ ബി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അതൊരു വലിയൊരു ഷോക്കിംഗ് ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടുമില്ല ബിൻസിക്ക്. കാരണം അറിയാം ഇങ്ങനെയാണല്ലോ ഇതിന്റെ ഗെയിം പാറ്റേൺ, ഇങ്ങനെയാണ് അല്ലെ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് നമുക്കറിയാം. കാരണം ശരത്തേട്ടൻ എന്താണെന്നുള്ളത് അല്ലെ പുള്ളിയായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് അവിടെ വെച്ച് തന്നെ ഇന്ന് വരെ അവിടെ ആരും ഒരു സംശയത്തിന്റെ കണ്ണി എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. സരിക ചേച്ചിയൊക്കെ എപ്പോഴും പറയും ഞങ്ങളെയൊക്കെ സരികേച്ചി എന്ന് വിളിക്കും, ഒരു ബിൻസിനെ മാത്രം ബിൻസിക്കോച്ചി എന്ന് വിളിക്കും. അപ്പൊ പറയാ എന്റെ അപ്പൻ എന്നെ അങ്ങനെയാ വിളിക്കുന്നത്, ഞാൻ എന്റെ അനിയത്തിനോ മരിയക്കൊച്ചെന്നാ വിളിക്കുന്നത്, അത്രേ ഉള്ളൂ അവിടെ. അതാണ്. അപ്പം അതിനകത്ത് എനിക്ക് എന്താ പറയാ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. രേഷ്മേനെ വിളിച്ചു, ബിൻസി ഞാൻ 24 hours ലൈവ് കാണുന്ന ആളാ, ഇന്ന് വരെ എനിക്കൊരു മോശം തോന്നിയിട്ടില്ല അതിനകത്ത്. എനിക്കറിയാം എന്റെ ഹസ്ബൻഡിനെ. ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ, എനിക്ക് അത്രേ ഉള്ളൂ. കൂളായി. അതെ, അപ്പൊ ചിരി വരുന്നില്ലേ കണ്ടോ? ഇപ്പം ബിൻസി ഇത് പറഞ്ഞ് വളരെ ബിൻസി വളരെ കൂളായിട്ട് ചിരിച്ചു വിടുകയല്ലേ. അപ്പം ഇങ്ങനെ പറഞ്ഞു പോകുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു പോയവരുടെ ആ മെസ്സേജസും ആ ഒരു ഇതും കണ്ടപ്പോ ബിൻസി നമുക്ക് ആ റിയൽ ഫാക്ട് അറിയാവുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ഓരോന്നും എന്തൊക്കെയാ എഴുതി വെക്കണത്, ഇവരെന്തൊക്കെയാ സത്യം എവിടെ നിൽക്കുന്നു, ഇവരുടെ ഒരു ഡ്രമാറ്റിക് വേർഷൻ എവിടെ നിൽക്കുന്നു, അവരുടെ ഒരു ആ ഒരു കോൺട്രഡിക്ഷൻ. എൻ്റെ അടുത്ത് ഞാൻ ഇറങ്ങി കഴിഞ്ഞ് ഫോൺ കിട്ടും, ഞാൻ അപ്പോഴും ഞാൻ ഇറങ്ങുന്നവരെ ഒരു ഡിസ്കഷനും ഇതിനെ കുറിച്ച് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഫോൺ വിളിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ബിൻസി വിഷമം ഉണ്ടെന്ന് അറിയാം, പക്ഷേ ബിൻസി ഒരു രീതിയിലും ഒരു നെഗറ്റീവ് വന്നിട്ടില്ല, ബിൻസി നല്ല രീതിയിൽ തന്നെ ബിൻസി നിന്നത് എന്നൊക്കെ പറഞ്ഞു വന്നു. ഒരു ദിവസം കഴിയുമ്പോഴാണ് ഇങ്ങനൊരു സാധനമൊക്കെ ഈ ഷാനവാസ് ഒക്കെ പറഞ്ഞതിന്റെ പേര് കുത്തിപ്പൊക്കിയോടെ അപ്പോഴാണ് കൊടുക്കും. ദൈവമേ, ഞാൻ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കാരണം അവിടെ ഉള്ള എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. അപ്പം നമ്മളിപ്പോ ഷാനവാസിക്കായിട്ട് വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ നമ്മുടെ നെവിനായിട്ട് വഴക്കുണ്ടാക്കി അപ്പൊ തന്നെ പോയി കൂടി, അപ്പൊ തന്നെ കൂടും, അത്രേ ഉള്ളൂ. അവിടുത്തെ വഴക്കൊക്കെ അങ്ങനെ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് പോലും എല്ലാരെയും ഹഗ് ചെയ്തിട്ട്, അക്ബറിക്കാരെ ഹഗ് ചെയ്തിട്ട് പാട്ടിയാ മിസ് ചെയ്യുവേ എന്ന് പറഞ്ഞ വയറിട്ട് ഇങ്ങനെ തട്ടിയിട്ടാ പോരുന്നത്.
അതുപോലെ ഞാൻ ആരും വന്നിട്ട് എടി നിന്റെ ഗുഡ് മോർണിംഗ് എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഗുഡ് മോർണിംഗ് കേൾക്കാൻ നല്ല രസമാണ്, അപ്പൊ ഗുഡ് മോർണിംഗ് മിസ് ചെയ്യും. അപ്പൊ അവനൊരു ഗുഡ് മോർണിംഗും പറഞ്ഞിട്ടാ വന്നേ. നെവിനെ അതുപോലെ തന്നെ കെട്ടിപ്പിടിച്ചിട്ടാ വരുന്നത്. ലാസ്റ്റ് ഇറങ്ങിയപ്പോ നെവിൻ പറഞ്ഞു ബിൻസി ഞാനാ നിന്നെ എവിക്ട് ചെയ്തത്, എന്നോടൊന്നും തോന്നരുത് അങ്ങനെ പറഞ്ഞ് അവനെ ഞാൻ എന്നാ ചെയ്ത, എന്നിട്ട് പോലും ഞാൻ കെട്ടിപ്പിടിച്ചിട്ടാ ഇറങ്ങി പോരുന്നത്. നമ്മൾ ആ ഒരു വൈബിൽ എടുത്തിട്ടുള്ളൂ. ഇപ്പം എന്നെ വിളിച്ചു പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞു ബിൻസി നെഗറ്റീവ് ഒക്കെ അവിടെ ഇവിടെ ചെറുതായിട്ടൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് 2-3 കമന്റ്സ് മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ അതിന്റെ അടിയിൽ മറ്റുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട്, ആദ്യം നിങ്ങൾ പോയി 24 hours ലൈവ് കാണും, ഞങ്ങൾ അതൊക്കെ കണ്ട ആൾക്കാരാണ്, അതിനകത്തൊന്നും മോശം പറയാനില്ല. അപ്പൊ ഞാൻ സീക്രട്ട് ഏജന്റിന്റെ ഒക്കെ വീഡിയോ കണ്ടു. അപ്പൊ അതിനകത്തൊക്കെ പുള്ളി ഭയങ്കര പൊളിയായിട്ടാ പറയുന്നത്, ഞാൻ അവിടെ നിന്നാളാ, എനിക്കറിയാം ബിഗ് ബോസ് എന്താണെന്നുള്ളത്. അപ്പൊ അവിടെ എല്ലാവരുടെ കമ്പനിയാണ്. ബിൻസിയുടെ അതിനകത്ത് ഞാൻ ഫുൾ കണ്ട ആളാ, അപ്പൊ എനിക്ക് അതിനകത്ത് ഒന്നും നെഗറ്റീവ് പറയാനില്ല. അങ്ങനെ പറഞ്ഞ് കുറെ പേര് പറയുന്ന കാണുമ്പോ ഒരു സമാധാനം, ബാക്കിയുള്ളവർ പറയട്ടെ ഇങ്ങനെ ചിരിച്ചു വിടാതെ അത്രേ ഉള്ളൂ. പക്ഷെ ബിൻസിക്ക് അത് ചിരിച്ചിങ്ങനെ വിടുന്നുണ്ട്. പക്ഷെ എങ്ങനെ ബിൻസിയുടെ ഫാമിലി, ബിൻസിയായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ, അവർ ഈ പറയുന്ന ട്രോളും ഈ ഒരു സംഭവത്തെയും അവരെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്? എന്റെ ഫാമിലി ഭയങ്കര പൊളിയാ, അവർക്ക് എന്നെ നല്ലപോലെ അറിയാം. ഇപ്പൊ എനിക്ക് ബിഗ് ബോസിൽ പോയിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു ആരെ അടിച്ചിട്ടും ഇടിച്ചിട്ടും വരരുത്, ഔട്ടായി പോകുന്നല്ലോ. അതെ പറഞ്ഞിട്ടുണ്ട്, ആരെ കയ്യാങ്കളിക്കൊന്നും പോകരുത് എന്ന് പറഞ്ഞു. നമ്മള് ചില സമയത്ത് നമ്മള് തമാശക്കാണെങ്കിൽ പോലും അനിയത്തിക്കായിട്ട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഒരു ഇടി കൊടുക്കാൻ തോന്നും. സംടൈംസ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അടിക്കാറുണ്ട്. അപ്പൊ ആർക്കിട്ടൊക്കെയാണ് ഇത് അടി കൊടുത്തിരിക്കുന്നത്? എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് അടി കൊടുത്തിരിക്കുന്നത്? അനിയത്തിയായിട്ട് വഴക്കുണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കാൻ ഇങ്ങനെ കൈയൊക്കെ ചെറുതായിട്ട് പോക്കില്ല, അത് അത്രയും ക്ലോസ് ആയതുകൊണ്ടാണ്. വീട്ടുകാർക്ക് അറിയാം ഞാൻ അവിടെ പോയി കഴിയുമ്പോൾ എല്ലാവരുമായിട്ട് കമ്പനി ആകും, ക്ലോസ് ആകും എന്നറിയാം. അപ്പൊ അങ്ങനെ പോലും തമാശക്ക് ഇവർക്ക് പറയാലോ ബിൻസി എന്നെ അടിച്ചെന്ന്. അപ്പൊ ആ രീതിയിലൊന്നും ചെയ്യരുതെന്നല്ലാണ്ട്. അപ്പൊ എന്നോട് ഏഷ്യാനെറ്റിൽ അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ബിൻസി ചെയ്യരുതെന്ന് വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കൈ പൊക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതല്ലാണ്ട് വീട്ടുകാർ ഇപ്പം പ്രേമിക്കണോ, അവിടെ പോയി പ്രേമിച്ചു. അപ്പൊ അവർക്കറിയാം ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ആളാണ്. എനിക്ക് ഒരാൾക്ക് ഇഷ്ടം തോന്നിയാ ഞാൻ എങ്ങനെ ഒളിച്ചും പാത്തും നിന്ന് അങ്ങനൊന്നും പറയത്തില്ല. എല്ലാരും വിളിച്ചു നിർത്തി എല്ലാ ക്യാമറയും കാണുന്ന രീതിയിലേ പറയത്തുള്ളൂ ബിഗ് ബോസ് എനിക്ക് ഇയാളെ ഇഷ്ടമാന്നുള്ള കാര്യം. അപ്പൊ അത്രയും എനിക്ക് ഫ്രീഡം തന്നിരിക്കുന്ന വീട്ടുകാരാണ്. അവരിതൊക്കെ കേട്ടപ്പോ പറയുന്നവര് പറയട്ടെ, നമുക്കറിയാലോ. അതുപോലെ എന്റെ റേഡിയോയിലെ ഫ്രണ്ട്സ് എടുത്തു പറയണം, ഞാൻ നേരെ ചെല്ലുന്ന അങ്ങോട്ടാ. വീട്ടിൽ നിന്ന് നേരെ അപ്പനെ അമ്മേനെ അനിയത്തിനെ കണ്ടിട്ട് റേഡിയോയിൽ ചെല്ലുമ്പോൾ അവര് ബിൻസി ഞങ്ങൾക്ക് ചിരിയാ വന്ന ഇത് കണ്ടപ്പോ അവരും ഈ സെയിം റിയാക്ഷൻ തന്നെ ആയിരുന്നു. കാരണം അവർക്കറിയാലോ, അവരൊക്കെ ആ ജോലിയുടെ ഇടയ്ക്ക് പോലും ലൈവ് ഓരോരുത്തർ ഇരുന്ന് കണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അവർക്കറിയാം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നില്ല എന്താ സംഭവിച്ചത് അറിയാം. പിന്നെ എന്നെ ഇതിനു മുൻപ് ഞാൻ കോളേജിൽ പഠിച്ചപ്പോഴാണെങ്കിലും സ്കൂളിൽ പഠിച്ചപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിൽ കൂടിയും ഞാൻ കുറേ ആളുകളായിട്ട് കൂടുമെങ്കിലും ക്ലോസ് ആയിട്ട് എനിക്ക് മിക്കവാറും ഫ്രണ്ട്സ് ഉള്ളത് ബോയ്സ് തന്നെ ആയിരിക്കും. അപ്പൊ എന്നെ അറിയാവുന്നവർക്ക് അറിയാം എന്താണ് സത്യം എന്നുള്ളത്. അപ്പൊ എല്ലാരും അതായത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ജയിക്കാൻ വേണ്ടിയിട്ട് എത്രയാണെങ്കിലും എത്ര ഇമോഷണലി ആണെങ്കിലും എത്ര എക്സ്ട്രീം ലെവലിലേക്കും ആൾക്കാരെ ഡൗൺ ആക്കുക എന്നുള്ളതാണ്. എങ്ങനെയും നിന്നെ തളർത്തി ഞാൻ ജയിക്കാൻ നോക്കുക. അതിനു വേണ്ടിയിട്ട് നിനക്ക് എഗെയിൻസ്റ്റ് എത്ര നെഗറ്റീവ് പറയോ ട്രോള് പറയോ അങ്ങനെയൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള ഇതിലേക്കാണ് എന്നുള്ളത് ഇപ്പൊ ബിൻസിയുടെ കൂടെയുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ? കാരണം ഒരു വാസ്തവമില്ലാത്ത കാര്യത്തിനെ വളച്ചൊടിച്ച കഥയുമായിട്ട് ഷാനവാസ് മുമ്പിലേക്ക് വരികയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ച് കണ്ടന്റ് ഒക്കെ ഇറ്റ്സ് എ ഗെയിം. ഓക്കെ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്, എല്ലാ കണ്ടസ്റ്റൻസിനും ഉണ്ട്. നോട്ട് ഓൺലി ഷാനവാസിനല്ല, ഈവൻ യു ഹാഡ് ആ ഒരു ഫ്രീഡം ആരെ വേണേലും. പക്ഷേ ഇങ്ങനെ ജയിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എത്ര എക്സ്ട്രീം ലെവലിലുള്ള നമുക്കിത് തന്നാൽ പോലും നമ്മുടെ ഫാമിലി, വീട്ടിലിരിക്കുന്ന ഫാമിലിനെയും കൂടെ നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയണത്, ഡു യു തിങ്ക് അതൊരു ഫെയർ ഗെയിം ആണെന്ന്? എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ടല്ലോ. മൈൻഡ് ഗെയിം ആയത് കാരണം അവരെന്താണ് മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് ഞാൻ കളിക്കില്ല. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഷാനവാസ് ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരത്തില്ലായിരുന്നെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ആദ്യം ഞാനും ഷാനവാസും സംസാരിക്കുന്ന ആ ഒരു ഫൈറ്റിൽ തന്നെ വീട്ടിലെല്ലാവരും ചർച്ച ചെയ്തു ബിൻസി ഭയങ്കര ബോൾഡാണ്, അവളെ സൂക്ഷിക്കണം എന്നുള്ളൊരു സാധനം. ഞാനുണ്ടെങ്കിൽ പുള്ളി അങ്ങനെ പറയത്തില്ലായിരിക്കും. മേ ബി ശരത്തേട്ടനെ തളർത്താം. ഇവർ തമ്മിൽ ഓൾറെഡി അതിനകത്ത് ഫൈറ്റും കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടി അതാവട്ടെ എന്നുള്ള രീതിയിലാണ് ഷാനവാസ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ അനുവും അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞത്, അനുവും ശരത്തും തമ്മിൽ വഴക്കാണ്, അവര് മിണ്ടാറില്ല. അപ്പൊ ആദ്യം ഇവര് ഭയങ്കര കൂട്ടായിരുന്നു വന്ന സമയത്ത്, പിന്നാണ് ഉടക്കുന്നത്. ഇപ്പൊ അവര് കൂടി ഓക്കെ ആയി വന്നിട്ടുണ്ട്. അവരുടെ ഗെയിം അങ്ങനെ ആവാം, അതെന്തെങ്കിലും ആവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഓരോരുത്തർ ഓരോ രീതിയിലാണ് അവിടെ കളിക്കുന്നത്. നമ്മളെ ഫിസിക്കലി മാത്രമല്ല ഇമോഷണലി കൂടെ തളർത്തി ഓൾറെഡി എല്ലാരും അവിടെ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട്, കൊണ്ടുപോയി ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് നമ്മൾ ടാസ്ക് പണിപ്പുര എല്ലാവരും പോകാത്ത കാരണം ഫുഡില്ല. ആവശ്യത്തിന് നമുക്ക് ഞാൻ കിച്ചൺ ടീമിൽ നിന്നാറിന് എനിക്കറിയാം
ഇത്തിരി ചോറാണ് എല്ലാവർക്കും കൊടുക്കുന്നത്, ബാക്കി നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വെള്ളമാക്കി കഞ്ഞിയാക്കിയാ കൊടുക്കുന്നത്. ആ ഒരു അവസ്ഥയാണ് അവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ആകുമ്പോൾ ആൾക്കാർ ഒരു വഴിയാവും എന്നറിയാം. ഷാനവാസിന്റെ ബ്രെയിൻ ഒരു രീതിയിൽ എടുക്കുവാണെങ്കിൽ പുള്ളി ആ രീതിയിൽ കളിക്കുന്നതാണ്. ആണല്ലേ? പക്ഷെ ഷാനവാസ് ചെന്നപ്പോ തന്നെ ആദ്യമേ ജിസേലിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. ജിസേലിന്റെ ജിസേലിന്റെ ഡ്രസ്സിംഗ് രീതി. ഷാനവാസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പ്രേക്ഷകർ കാണും, മലയാളി പ്രേക്ഷകർ കാണുന്ന ഒരു പരിപാടിയാണ് ആ ഒരു സാധനം പുള്ളി പറഞ്ഞത് ഭയങ്കര സീരിയസ് ആയിട്ട്. മലയാളി പ്രേക്ഷകർ കണ്ട എങ്ങനെ എടുക്കും വസ്ത്രധാരണം. അതെ, എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളി എന്താ അങ്ങനത്തെ ഒരു നെഗറ്റീവ് സാധനം വന്നിട്ടാണ് പുള്ളിയെ എല്ലാവരും ഒന്ന് നോമിനേറ്റ് ചെയ്തത്. ഷാനവാസിക്ക ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതിനെന്താണ് പ്രേക്ഷകർക്ക് എന്താ കുഴപ്പം, പ്രേക്ഷകർ എന്ത് പറയാനാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പുള്ളി ട്രാക്ക് മാറ്റി. അതെ, അപ്പൊ നിങ്ങൾ അവിടെ ഇൻ ഹൗസിൽ ആ സമയത്ത് ഉണ്ടല്ലോ, അപ്പൊ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ ഇക്കാര്യം? അപ്പൊ എന്തായിരുന്നു ഷാനവാസിന്റെ ഒരു എക്സ്പ്ലനേഷൻ? ഇതിൽ ഞാൻ ഇടപെട്ടിട്ടില്ല, ഈ വിഷയത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. മറ്റുള്ളവർ പോയി എന്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പുള്ളിയുടെ അടുത്ത്. പുള്ളിയുടെ അതാണല്ലോ ഗെയിം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇന്ന് പറയുന്നതായിരിക്കില്ല നാളെ ഇവര് മാറ്റി പറയുന്നത്. അത് പുള്ളിയുടെ ഗെയിമാണ്. എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ തന്നെ വരുന്നിടത്ത് വെച്ച് കാണാനുള്ള രീതിയിലാണ് നമ്മൾ വിട്ടത്. അവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഏകദേശം ഏറെക്കുറെ. നമ്മളിപ്പോ ഇതിനകത്ത് നിങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് ഭയങ്കര ഇതായിട്ട് ചീത്ത വിളിച്ചാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. ശരിക്കും ആ ഒരു ഫൈറ്റിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ അവിടെ ആ ഒരു എനിമിറ്റി ക്രിയേറ്റഡ് ആവുന്നുണ്ടോ അവിടെ, അതോ പിന്നെ അതൊക്കെ കല്ലി വെല്ലി വിട്ട് നിങ്ങൾ ഫ്രണ്ട്സ് തന്നെയായിട്ട് നിൽക്കുകയാണോ? മെജോറിറ്റി ആൾക്കാരും അത് വിട്ട് കൂളായിട്ട് നിൽക്കുന്നു, കാരണം അടുത്ത വഴക്കിന് പോകണമല്ലോ. അത് കാരണം ഒരു സാധനം പൊക്കിക്കൊണ്ട് വന്നു, അതിനെ ഇതാക്കി അത് കിട്ടു, അടുത്ത ടോപ്പിക്കിലേക്ക് പോയി, നേരെ അടുത്ത ആളും മെക്കിട്ട് കയറാൻ പോവാണല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ നെവിനോട് അന്ന് ഭയങ്കരമായിട്ട് റേസായി. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞ് അത് അന്ന് തന്നെ അവൻ കരഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വിഷമമായി. അപ്പൊ ഞാൻ അപ്പൊ തന്നെ പോയി മിണ്ടി. ഷാനവാസിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമ്മളത് സംസാരിച്ച് തീർത്തില്ലേ, അങ്ങനെ വിടുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ അനുവിന്റെ അടുത്തൊക്കെ ഞാൻ ചെന്ന്, അനു പോയി മിണ്ട്, വിഷമിക്കാൻ. അപ്പൊ എനിക്ക് വിഷമായി എന്ന് പറഞ്ഞ് എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല, ഞാൻ ഒരിക്കലും മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷെ ഒരു 90% ആൾക്കാരും പോയി കൂട്ടുകൂടി എല്ലാരും കൂടി ഒരു, കാരണം ഞങ്ങൾക്ക് വേറൊന്നും ഇവിടെ ചെയ്യാനില്ല. നമ്മൾ ഒരാളത്ത് പിണങ്ങി എന്ന് പറഞ്ഞ് മിണ്ടാണ്ട്, ഇവിടെ ആണെങ്കിൽ മിണ്ടാണ്ടിരിക്കാം, അവിടെ നമുക്ക് പറ്റില്ല. നമ്മൾ എല്ലാരും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന സമയം. പിന്നെ ടാസ്ക് വരുമ്പോ എല്ലാരും ഗ്രൂപ്പ് ആക്കും, അപ്പൊ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പൊ അക്ബറും ഷാനവാസും ഒക്കെ കൂടെ വഴക്കായിട്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് ഒരാളെ അകത്ത് കയറ്റാൻ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. അക്ബർ നേരെ ഷാനവാസിനെ വിളിച്ചു. അതാണ് ആ രീതിയിലാണ് ഗെയിം പോകുന്നത്. പിണങ്ങിയൊന്നും അങ്ങനെ ഇരിക്കാറില്ല. പിന്നെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. ഭയങ്കര ഒരു മെന്റൽ സ്റ്റേറ്റ് ഒരു അപാരം തന്നെയാണ് എന്തായാലും, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിനകത്താണേലും ശരത്ത് പോയിട്ട് ഷാനവാസിന്റെ അടുത്ത് പിന്നെയും നമുക്ക് വഴക്കിടണ്ട പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ശരത്തിന്റെ ക്വാളിറ്റി എഗൈൻ ആൻഡ് എഗൈൻ ഇറ്റ്സ് എവിഡന്റ് ആയിരുന്നു. ഷാനവാസിന്റെ അടുത്ത് പോയിട്ടും അന്ന് രാത്രിക്കോ 12:30 എന്തോ പോയിട്ട് ബാക്കിൽ പോയിട്ട് നമുക്ക് വിട്ടുകള വഴക്ക് വേണ്ട എന്നുള്ള രീതിയിൽ കോംപ്രമൈസിൽ പോയി. പക്ഷെ അതിനും നെഗറ്റീവായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്, എന്തോ കള്ളത്തരം ഉള്ളതുകൊണ്ടാണ് ശരത്ത് കാലുപിടിക്കാൻ. പക്ഷെ അങ്ങനല്ല. എത്രത്തോളം ഔട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ലൈവ് ഒക്കെ കണ്ടോ എനിക്ക് അറിയത്തില്ല. പക്ഷെ പുള്ളി എല്ലാവരുടെ അങ്ങനെ പോയി മിണ്ടും. ആദില, നൂറ, അന്ന് ഞങ്ങൾ രാത്രി എല്ലാരും സരികച്ചിച്ചൊക്കെ വിളിക്കുന്നുണ്ട്, വാടാ വാ നമുക്ക് ഫുഡ് കഴിക്കാം. എന്നിട്ട് പോലും അവരോട് സംസാരിച്ചിരുന്ന് വഴക്ക് അവിടെ തീർത്തിട്ടാണ് പുള്ളി കഴിക്കാൻ പോലും വന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതെ. ശരിക്കും ബിൻസിക്ക് തോന്നുന്നുണ്ടോ ബിൻസിയുടെ ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു? കാരണം ബിൻസി തന്നെ വിചാരിച്ചിട്ടേ ഇല്ല എന്ന് ബിൻസി പറയുന്നുണ്ട്. ഒരു തരത്തിൽ പോലും ബിൻസിക്ക് തോന്നിയിട്ടില്ല, അല്ലെ? ബിൻസി തന്നെ മനസ്സിൽ വേറെ പലരുടെ ആയിരുന്നു. എത്ര നോക്കിയാലും ഞാൻ പുറത്താവും എന്നുള്ള ഒരു തോന്നൽ ബിൻസിക്ക് വന്നിട്ടേ ഇല്ലാത്ത ഒരു സമയത്ത് പെട്ടെന്ന് അവിടെ ലാലേട്ടൻ അനൗൺസ് ചെയ്യാണ് RJ ബിൻസി എവിക്ഷന്റെ ലിസ്റ്റിലേക്ക്. അപ്പം എന്ത് ഞാൻ ചെയ്തിട്ടാ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോണത്, ഞാൻ എന്താ തെറ്റ് ചെയ്തേ, അങ്ങനെ ഒരു 100,000 ചോദ്യങ്ങൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു സാധനം വരും എന്ന്. പിന്നെ ഞാൻ അവിടെ നിന്നത് ഏത് രീതിയിലുള്ളതാണ്, എന്താണ് എന്റെ മനസ്സിലുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ചെന്ന ഉടനെ തന്നെ ഫൈറ്റ് ചെയ്ത്, ഇപ്പം എൻ്റെ അടുത്ത് കുറച്ചുപേര് ചോദിച്ചു, ഞങ്ങൾക്കറിയാവുന്ന ബിൻസി ഭയങ്കരമായിട്ട് ഒച്ചയൊക്കെ ഉണ്ടാക്കി. ഞാൻ ആ ഒരു സ്ട്രാറ്റജി അല്ല മനസ്സിൽ പ്ലാൻ ചെയ്തത്. ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ആളുകളും ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഉണ്ട്, അതല്ലാണ്ട് മറിച്ച് ആവശ്യത്തിന് മാത്രം പ്രതികരിക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഉണ്ട്. അപ്പം ഞാൻ എനിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ പ്രതികരിക്കണമെന്ന് തോന്നുന്ന സമയത്ത് മാത്രം കുറച്ച് ഒച്ച ഉണ്ടാക്കി പ്രതികരിക്കാം, ബാക്കിയുള്ള സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത്. 2 ദിവസം ആൾക്കാർ ഒബ്സർവ് ചെയ്തു. 3ന്റെ അന്ന് ഞാൻ കളി തുടങ്ങി. കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു വിളി വരുന്നത്. ഒട്ടും പ്രതീക്ഷയില്ല, വിഷമമായി എനിക്ക്. അപ്പം പിന്നെ ഞാൻ ആലോചിച്ചു, കംപ്ലീറ്റ് ആയിട്ടും പ്രേക്ഷകരുടെ വോട്ടാണ്, വോട്ടിന്റെ ബേസിസിലാണ് ഒരാള് പുറത്താവുന്നത്.
അപ്പം എനിക്ക് വോട്ട് കുറഞ്ഞു പോയി. എനിക്കറിയത്തില്ല പ്രേക്ഷകരെ നിങ്ങൾ എന്താ വോട്ട് ചെയ്യാൻ. കുറെ പേര് പക്ഷെ വോട്ട് ചെയ്തവരുണ്ട്, സപ്പോർട്ട് ചെയ്തവരുണ്ട്. അത് ഇവിടെ വന്നപ്പം എൻ്റെ അടുത്ത് ഒരുപാട് കോൾസ് വന്നു, കരഞ്ഞുകൊണ്ടൊക്കെ വിളിച്ചവരുണ്ട്. ബിൻസി ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. എന്നെ ഫോൺ വിളിച്ചിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ആവുമെന്ന്. അപ്പൊ എനിക്കും പറയണം ആഗ്രഹമുണ്ട്, ഞാനും വിചാരിച്ചില്ല. സാധാരണ ഇതിലേക്ക് പോകുമ്പോൾ എല്ലാവരും തന്നെ ഇവിടെ അവർക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് എല്ലാം ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു PR ഏജൻസിനെ ഏൽപ്പിക്കാറുണ്ട്. ബിൻസിയും അങ്ങനെ ഏൽപ്പിച്ചിട്ട് തന്നെയാണോ പോയത്? അങ്ങനെ ഏൽപ്പിച്ചിരുന്ന ഞാനിവിടെ ഇരിക്കുവായിരുന്നു, ഞാൻ അവിടെ ഇരിക്കത്തില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് ചേരുന്നത്? കാരണം ഇങ്ങനത്തെ ഒരു ഗെയിമിൽ പോകുമ്പോൾ നമുക്കൊരു ബാക്കിൽ നിങ്ങൾക്ക് കാരണം പുറത്ത് എന്താണെന്ന് അറിയുന്നില്ലല്ലോ. അപ്പൊ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം നിങ്ങൾ ഇവിടെ ബിൽഡ് ചെയ്തിട്ട് എല്ലാവരും പോവാറുണ്ട്. അപ്പൊ ബിൻസി എന്തുകൊണ്ട് ഈ ഗെയിമിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാളെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാതെ പോയത്? ലാലേട്ടൻ പറയുന്നല്ലോ വിശ്വാസം, അതല്ലേ ഞാൻ ഓഡിയൻസിനെ വിശ്വസിച്ചു. കാരണം ഞാൻ ഇപ്പോഴും ആ വിശ്വാസം പോയിട്ടില്ല. എനിക്കറിയാം എന്തായാലും ബിഗ് ബോസിൽ സെലിബ്രിറ്റി ലെവലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും വരുന്നത്. ഞാൻ ഒരുപക്ഷെ കോട്ടയം ആലപ്പുഴ ഏരിയയിലുള്ള ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരാളായിരിക്കും. അപ്പം ഞാൻ എന്തായാലും പോപ്പുലർ അല്ലാത്ത ഒരാൾ, അവിടെ ഉള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരാളായിരിക്കും. അപ്പൊ എനിക്ക് വോട്ട് കുറവായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. കാരണം ആളുകൾ എന്നെ അറിഞ്ഞ് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി വരണമല്ലോ. അപ്പം എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ പറഞ്ഞു ബിൻസി PR കൊടുക്കാൻ. ഒന്നാമത്തെ കാര്യം എൻ്റെ അടുത്ത് പൈസ ഇല്ല, രണ്ടാമത്തെ കാര്യം അതൊരു അൺഫെയർ ആയിട്ട് തോന്നി. പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, അവർക്ക് എന്താണോ തോന്നുന്നത് അങ്ങനെ തന്നെ പോട്ടെ. അല്ലാതെ കുറച്ച് പൈസ ഉള്ളവർക്ക് ജയിക്കാം അല്ലെ ബാക്കിയുള്ളവർ നിൽക്കാം, അങ്ങനത്തെ ഒരു സാധനത്തോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം സത്യം എന്താണോ അല്ലെങ്കിൽ എന്താണോ കാണുന്നവർക്ക് തോന്നുന്നത് ആ രീതി തന്നെ പോട്ടെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിന്നത്. അല്ലെങ്കിൽ വെറുതെ എന്തിനാ. ഞാൻ അവിടെ പോയി നിന്നപ്പോഴും എന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നു ആളുകൾ എന്നെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. കാരണം കുറെ പേര് വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പ്യൂർലി വോട്ടിന്റെ ബേസിസിലാണ് ഞാൻ എവിക്റ്റായി വന്നതെന്ന് അറിഞ്ഞപ്പോൾ വിഷമായി. എനിക്ക് തോന്നുന്നു കുറച്ച് ഏരിയയിലേക്ക് കൂടെ ഞാൻ എത്താനുണ്ടായിരുന്നു. കേരളത്തിന്റെ പാതി ജില്ല വരെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അന്നേരമാണ് ആ ഒരു മൊമെന്റിൽ നമുക്ക് സങ്കടം തോന്നുമ്പം ചെയ്യാമായിരുന്നു, കുറച്ചും കൂടി ഒരു പബ്ലിക് സപ്പോർട്ടും കൂടെ കിട്ടിയിരുന്നെങ്കിൽ. കാരണം ഈ നിന്ന 2 ആഴ്ചയും ബിൻസി ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം അത് ലാലേട്ടൻ്റെ അടുത്ത് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും തിരിച്ചൊരു ദിവസം കൂടെ എങ്കിലും പോവാനായിട്ട് ഒരു ചാൻസ് കിട്ടിയാൽ അത് എത്ര എൻജോയ് ചെയ്തേനെന്നുള്ളത്. അന്നേരമെങ്കിലും ആ ഒരു ചെയ്യാമായിരുന്നു എന്ന് തോന്നിയോ? ഇല്ല, എനിക്ക് വേണ്ട. PR ഒന്നും ചെയ്തിട്ടുള്ള സാധനം ഒന്നും വേണ്ട. അത് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ട് പോയതാ. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 100 ദിവസത്തേക്കുള്ള ഡ്രസ്സ്, സാധനങ്ങൾ, അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് അങ്ങോട്ട് പോയതാണ്. അതിന് തന്നെ നല്ലൊരു എമൗണ്ട് ആയി. അപ്പം വേണമെങ്കിൽ എനിക്ക് എന്റെ അപ്പനോട് പറഞ്ഞു അപ്പാ ഇതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ ഒരു വലിയ എമൗണ്ട് കൊടുത്ത് ചെയ്യിപ്പിക്കാമായിരുന്നു, കഷ്ടപ്പെടണം അതിന് പുറകെ. പക്ഷെ എനിക്കിത് വേണ്ടായിരുന്നു. ഞാൻ ഉള്ളതുപോലെ മതി, ജെനുവിനായിട്ട് തന്നെ നിന്നിട്ടുള്ളത് മതി എന്നുള്ളതായിരുന്നു. അതെ, എന്റെ അമ്മയൊക്കെ എപ്പോഴും പറയണം നമ്മൾ എത്രത്തോളം സത്യമായിട്ട് നിൽക്കുന്നു അത്രത്തോളം എല്ലാം നമ്മൾക്ക് പോസിറ്റീവായിട്ട് തന്നെ വരും എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് എന്തോ നല്ലതുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒന്നുമല്ലാതിരുന്ന ഒരു സാധാരണ വീട്ടിലെ എന്നെ മഴവിൽ മനോരമ എന്ന പ്ലാറ്റ്ഫോമിലെ റിയാലിറ്റി ഷോയിലൂടെയാണ് ആളുകൾ അറിയുന്നത്. അന്ന് ഇവർ അറിയുമ്പോൾ ഞാനൊരു ഓട്ടോക്കാരന്റെ മകളാണ്. ഇപ്പോഴും ഓട്ടോക്കാരന്റെ മകൾ തന്നെയാണ്, പക്ഷെ എന്റെ വീട്ടുപേര് വാഴക്കൂട്ടത്തിൽ എന്നാണ്. അപ്പൊ വാഴയെന്നാണ് അന്ന് എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വിളിച്ച് കളിയാക്കി, അല്ലെങ്കിൽ അതൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ നിന്ന് കുറച്ചുപേരൊക്കെ അറിഞ്ഞ് റേഡിയോയിൽ പോയി. എന്നിട്ടാണ് പിന്നെയും എനിക്ക് ചാനലിൽ ജോലി കിട്ടി തുടങ്ങിയപ്പോൾ ആൾക്കാരെന്നെ അറിഞ്ഞ് വന്ന് അപ്പൊ കിട്ടിയൊരു സ്വീകാര്യതയൊക്കെ ഉണ്ടല്ലോ. അതിന് ഞാൻ എന്നും പ്രേക്ഷകരോട് നന്ദിയുള്ള ഒരാൾ തന്നെയാണ്. അതുപോലെ ബിഗ് ബോസിൽ പോകുമ്പോഴും എന്നെ അറിഞ്ഞ് ഞാൻ അവിടെ ഒരു ശതമാനം പോലും ഞാൻ ഫേക്ക് ആയിട്ട് നിന്നിട്ടില്ല. കുറച്ചുകൂടെ എന്റെ പവർ എനർജി ഒക്കെ എനിക്ക് കുറച്ചുകൂടെ കൊടുക്കായിരുന്നു. പക്ഷെ അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള രീതിയിലാണ് ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്ത് വെച്ചത്. അതല്ലാണ്ട് ഞാനായിട്ട് അവിടെ നിന്നത്. അപ്പൊ അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഉണ്ടാകും, അവർ വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഒരുപക്ഷെ ബിൻസി ഇത്രയും ജെനുവിൻ ആയിട്ട് തന്നെ അവിടെ നിന്നു കളിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ചെന്ന് ലാൻഡ് ചെയ്യുന്ന മൊമെന്റ് മുതൽ തന്നെ നിങ്ങൾ റെഡി സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ ആ ഒരു മൊമെന്റ് മുതലേ നിങ്ങൾ ഫുൾ ലോണിൽ കളിക്കണമായിരുന്നു. അല്ലാതെ ചില ആൾക്കാർ ഇപ്പോൾ ബിൻസി ചെയ്ത പോലെ ചെന്നു ഒന്ന് സെറ്റിലായി ഒരു ടൈം എടുത്തിട്ട് പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് എന്തോ ഒരു തെറ്റ് പറ്റിപ്പോയത്. പക്ഷെ അത് റിയലൈസ് ചെയ്തപ്പോഴത്തേക്ക് ഇറ്റ് ഓൾ ഹാപ്പൻഡ് അല്ലേ. പക്ഷെ ഇനിയാണെങ്കിലും ഇത്രയും ജെനുവിനായിട്ട് നിന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്ന 2 ആഴ്ചയും വളരെ ജെനുവിനായിട്ട് എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ മിങ്കിൾ ചെയ്തുകൊണ്ട് പോയി. നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ബിൻസിയുടെ വലിയൊരു ക്വാളിറ്റിയാണ് സംസാരിക്കാനുള്ള ഒരു കഴിവ് ദൈവം തന്നിരിക്കുന്നത്. അത് അവിടെയും ഭയങ്കരമായിട്ടും എവിഡന്റ് ആയിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ബിൻസി നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യൂ. ചിലപ്പോ എന്നല്ല, ഐ ഫീൽ ഒരു മെജോറിറ്റി ഇത് തന്നെ കാണുന്നുണ്ട്. വൈൽഡ് കാർഡ് എൻട്രിയിൽ ബിൻസിക്ക് വീണ്ടും വാങ്ങിയ ഡ്രസ്സുകളോ സാധനങ്ങളോ ഒന്നും വേസ്റ്റ് ആയി പോവാതെ വീണ്ടും ആ ഒരു ഹൗസിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് അതെന്തായാലും ഉണ്ടാവട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്.
അത് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ? പെട്ടി തുറന്നിട്ടില്ല സത്യം. അത് അവിടുന്ന് കൊണ്ടുവന്ന പോലെ തന്നെ വെച്ചിരിക്കുകയാണ്. എപ്പോ വിളി വരുന്നു അപ്പൊ അതെടുത്ത് അങ്ങ് ഓടാനായിട്ട്. അപ്പൊ ആ വൈൽഡ് കാർഡ് എൻട്രി ശരിക്കും വളരെ പ്രഷ്യസ് ആണ് ഇപ്പൊ ബിൻസിയെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും. ബിഗ് ബോസ് എന്നും എന്റെ സ്വപ്നമായിരുന്നു. എപ്പോ ഇനി ബിഗ് ബോസ് വിളിച്ചാലും ഞാൻ പോയിരിക്കും. അത് ഒരു ദിവസം ഞാൻ പോയിരിക്കും. കാരണം ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പ്ലോർ ചെയ്യണം, നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. വേറൊരു ലോകമാണ് അവിടെ. എനിക്ക് ഭയങ്കര സ്വർഗ്ഗമായിരുന്നു അവിടെ. ശരിക്കും നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഇല്ലെങ്കിൽ പോലും ആ വീട് വേറൊരു വൈബാ, വേറൊരു രസം അവിടെ ചെന്ന് നിൽക്കാൻ. നമ്മുടെ മൈൻഡൊക്കെ ഔട്ടാവും, പക്ഷെ എങ്കിലും വേറൊരു സാധനമായിരുന്നു. ഇത് കുറച്ച് ഹോട്ട് ചോക്ലേറ്റ് ആണ്. ഇത് ബിഗ് ബോസ് കഫേ ആയതുകൊണ്ട് തന്നെ നമ്മൾ എടപ്പള്ളിയിലെ ഏറ്റവും നല്ല വൺ ഓഫ് ദി ഫേമസ് ഒരു കഫേയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഹിഡൻ കണ്ടല്ലോ, ഇത് ഹിഡൻ കഫേ എങ്ങനെയാണ് വിചാരിക്കുവോ? മെയിൻ എടപ്പള്ളി മെയിൻ ടൗണിൽ തന്നെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്പേസ്, ഇങ്ങനെ ഒരു ആംബിയൻസിലുള്ള ഒരു പ്ലേസ് ഉള്ളിലുണ്ടെന്ന് ആ ഗേറ്റ് തുറന്ന് കയറിയപ്പം വിചാരിച്ചോ? ഇല്ല, ഞാൻ അപ്പൂസിനോട് വന്നപ്പോ പറഞ്ഞേ പിന്നെ വൈബായി ഇവിടെ. കാരണം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഭയങ്കര രസമുണ്ട്, പോസിറ്റീവ് എനർജി ഉണ്ട് ഇവിടെ ഉണ്ടല്ലേ. അപ്പൊ അവരുടെ ഹോട്ട് ചോക്ലേറ്റ് ആണ് ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ്. അപ്പൊ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഓക്കെ. ബിൻസി പോകുന്നതിന് മുമ്പേ നമ്മൾ മൈൽ സ്റ്റോണിൽ നിന്ന് ബിൻസിന്റെ കുറെ നമ്മൾ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ നാളായിട്ട് വിളിച്ചിരുന്നു. അപ്പോഴൊക്കെ ബിൻസി പറഞ്ഞു, ഇല്ല ഞാൻ ഇപ്പൊ വരുന്നില്ല, ഇപ്പൊ വേണ്ട, ഞാൻ കുറച്ച് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിട്ട് തന്നെ നിക്കട്ടെ. പക്ഷെ അങ്ങനെയൊക്കെ കുറെ അപ്പൂസിന്റെ എല്ലാ തന്ത്രങ്ങളും പയറ്റി നോക്കി. പക്ഷെ ബിൻസി സ്ട്രോങ് ആയി, ബിൻസി വിട്ടുകൊടുത്തില്ല, അപ്പൂസ് തോറ്റു. പക്ഷെ അന്ന് ബിൻസി ഒരു വാക്ക് കൊടുത്തിരുന്നു, ഞാൻ എന്തെങ്കിലും തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ അത് ഞാൻ മൈൽ സ്റ്റോണിന് തന്നെയായിരിക്കും തരുന്നത്. അത് ബിൻസി പാലിച്ചു അല്ലേ? അപ്പൊ അത് ഭയങ്കര ഗ്രേറ്റ് ഓഫ് യു ബിൻസി. അത് വലിയൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ അത് കീപ്പ് അപ്പ് ചെയ്യാന്ന് പറയണത് ഒരു ഹ്യൂമന് വേണ്ട നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോ ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് പറഞ്ഞ വാക്ക് പാലിക്കുന്നു. അങ്ങനെ വേറെ എന്തൊക്കെ ക്വാളിറ്റിയാണ് ബിൻസിക്ക്? അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ബിൻസിയുടെ മേളിൽ പറഞ്ഞിരുന്നത് എല്ലാവരുമായിട്ടും ഒരു എന്താ പറയാ, ഒരു സ്റ്റാർട്ടിങ് ട്രബിളോ അങ്ങനെ ഒരു ഇതില്ലാണ്ട് എല്ലാവരുമായിട്ടും പെട്ടെന്ന് ഹെഡ് ചെയ്ത് മിങ്കിൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഞങ്ങൾ കണ്ടത്. അപ്പൊ അവിടെ നിന്ന് കൂട്ടുകാര് അവിടെ ഉണ്ടായിരുന്നവരെന്തായിരുന്നു ബിൻസിയുടെ മേളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ? ഞാൻ നല്ലപോലെ ഈ പറഞ്ഞ പോലെ സംസാരിക്കും. ഞാൻ 2 ഫൈറ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളെങ്കിലും ഞാൻ നല്ലപോലെ ആ ഉണ്ടാക്കിയ ഫൈറ്റ് ഒക്കെ നല്ല സ്ട്രോങ് ആയിരുന്നു. ഞാൻ ഭയങ്കര ബോൾഡ് ആണെന്നുള്ള കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പെട്ടെന്ന് ഞാൻ കമ്പനി ആവും. അതായത് ഇന്ന വൈരാഗ്യമൊന്നും മനസ്സിൽ വെക്കത്തൊന്നുമില്ല. കമ്പനിയായി ഇപ്പൊ നെവിനോട് പോയി മിണ്ടിയപ്പോൾ അവർ പറഞ്ഞു, അയ്യോ വിൻസി പെട്ടെന്ന് തന്നെ പോയി മിണ്ടിയോ ഇത്ര പെട്ടെന്ന് സരികിച്ചേക്ക് ഇത്ര പെട്ടെന്ന് ബിൻസി കൂട്ടായോ? നമ്മൾ അത്ര ഉള്ളൂ ഞങ്ങളുടെ വഴക്ക്. ആരും വന്ന് രണ്ടാമത് ഒന്ന് പോയി മിണ്ട് എന്ന് പറഞ്ഞു ആരും ഒന്നും പറയേണ്ടി വന്നില്ല. ഞാൻ അപ്പൊ തന്നെ അത് സോൾവ് ആക്കി. എനിക്ക് പെട്ടെന്ന് ഒരാളുടെ വിഷമം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അനുവിന്റെ ലാസ്റ്റത്തെ ഒരു കേസ് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപത്തെ ദിവസം എല്ലാവരും കൂടെ അനുവിനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കിച്ചൺ ടീമിലുള്ള ആളാണ്. ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞിട്ട് ജിസയില് അനുവിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്. അപ്പം എല്ലാവരും അനുവിനെ അവിടെ നെഗറ്റീവ് ആയിട്ടാ പറയുന്നത്. അനു ഇങ്ങനെ എന്താ ഫേക്ക് ആണ്, അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്. പക്ഷെ അനുവിന്റെ അടുത്ത് ഞാൻ മിണ്ടാറുണ്ട്, സംസാരിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായപ്പോ ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ ജിസേലിനോട് അവിടെ ഇരുന്ന് തന്നെ, നമ്മൾ എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ തന്നെ ജിസേലിനെ ചോദിച്ചു, ജിസേലെ സത്യമാണോ അവള് ചപ്പാത്തി എടുക്കുന്നത്? ഞാൻ കണ്ടില്ല. അപ്പൊ ജിസേൽ എന്നിട്ട് പറഞ്ഞു, അത് ചപ്പാത്തി അല്ല, എന്തോ ഒരു ഫുഡ് എടുത്തു. ഞാൻ പറഞ്ഞു എപ്പോഴാണ് എടുത്തത്? കാരണം ഞാൻ കിച്ചൺ ടീമിലുണ്ടല്ലോ, എപ്പോഴാണ് എടുത്തത്? അപ്പം അത് ഇന്നലെയോ അതിന് മുൻപോ? ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആണ് പുള്ളിക്കാരി. അപ്പൊ എനിക്ക് മനസ്സിലായി വഴക്കിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരി ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറഞ്ഞതാണ്. ഞാൻ നേരെ ചെന്ന് കരയുന്ന അനുവിന്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, അനു ഞാൻ ചോദിച്ചു, ഞാൻ കിച്ചൺ ടീമിലുണ്ട്, ഞാൻ ചോദിച്ചു, നീ തെറ്റുകാരിയല്ല, നീ കരയരുത്. എപ്പോഴും ഞാൻ അനുവിന്റെ അടുത്ത് പറയാറുണ്ട്, കരയരുത്. കാരണം ഞങ്ങൾ കാണുന്നുണ്ട് ചില നിമിഷങ്ങളൊക്കെ. അതെ. അപ്പം അനു അങ്ങനെ കരഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി. നമ്മൾ എത്ര ഇപ്പൊ നേരത്തെ തുടക്കത്തിനടുത്ത് ചോദിച്ച പോലെ തന്നെ എത്ര ഗെയിം കളിക്കാൻ നിന്നതാണ്, എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഞാൻ എന്റെ വയസ്സ് 26 ഞാൻ കയറിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇത്രയും നാള് നമ്മൾ ഫോളോ ചെയ്ത് വന്നൊരു കാര്യമുണ്ട്. ഒരാൾ കരയുമ്പം നമുക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം വരുന്നുണ്ടെങ്കിൽ അതൊരു മനുഷ്യത്വമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനു കരഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതിന് മുൻപ് പോലും ഞാൻ ജിസേലിന്റെ അടുത്ത് ചോദിച്ചു, സത്യമാണോ കള്ളവാണോ? ജിസേലിന് കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ പറയാനില്ലാത്തതുകൊണ്ട് അനുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് കരച്ചിലൊക്കെ ആശ്വസിപ്പിച്ച് തിരിച്ചു വരുമ്പോഴാണ് എല്ലാവരും, ഈ അക്ബർ, അപ്പാനി, സരിക ചേച്ചി, എല്ലാ ഗ്യാങ്ങും കൂടെ എന്നെ ഫയർ ചെയ്യുന്നത്. ബിൻസി എന്തിന് അനുവിനെ സപ്പോർട്ട് ചെയ്തു? എന്തുകൊണ്ട് സരിക ചേച്ചീനെ രക്ഷിക്കാനായിട്ട് ബിൻസി കൈപൊക്കിയില്ല? അനുവിന്റെ പേര് പറയുമ്പോൾ ബിൻസി സപ്പോർട്ട് ചെയ്ത് കൈപൊക്കി, അതുകൊണ്ടല്ലേ സരിക ചേച്ചി എവിക്ഷനിൽ പോയെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലാണ് എനിക്ക് ചേച്ചീനെ ആ ഒരു സമയത്തും എനിക്ക് ചേച്ചിയെടുത്ത് പ്രത്യേകിച്ച് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നും അല്ല, പക്ഷെ അനുവിനെ എനിക്ക് അങ്ങനെ ചെയ്യണം എന്ന് തോന്നി. കാരണം അവളുടെ ഭാഗത്ത് ന്യായമുണ്ട്. അത് പറഞ്ഞതിന്റെ പേരിൽ എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കുകയായിരുന്നു. അപ്പം
അപ്പൊ തന്നെ ഞാൻ മിണ്ടി കൂട്ടായി. ഞാൻ അങ്ങനെ ഒരുപാട് പിണക്കത്തിനുള്ള ഒരു അവസരം കൊടുക്കാത്ത ഒരാളായിട്ടാണ് അവിടെ. കാരണം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞത് തീർക്കും. ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടി അതിന്റെ പുറകെ പോയി അങ്ങനത്തെ ഒരു സാധനം ചെയ്യാറുണ്ടായിരുന്നില്ല. അതുപോലെ ഈ ഇപ്പം നമ്മുടെ രേണു ചേച്ചിയുടെ കാര്യം എടുക്കാം. രേണു ചേച്ചി അവിടെ ഇടയ്ക്ക് പറയാറുണ്ട്, ബിൻസാണ് എനിക്ക് മോട്ടിവേഷൻ തരുന്നത്, ബിൻസാണ് മോട്ടിവേഷൻ തരുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, നമ്മള് സാധാരണഗതി പറഞ്ഞു പോകുന്നതാണ്. അല്ല ക്യാമറ ഉണ്ടെന്ന് നോക്കിയിട്ടോ ചേച്ചി അങ്ങനെ ചെയ്യണം, അങ്ങനെ രേണുവിന്റെ ഫോളോവേഴ്സ് ഫാൻസ് എനിക്ക് കൂടെ അങ്ങനെ ഒന്നും നമ്മൾ വിചാരിച്ചിട്ടൊന്നും അല്ല. പക്ഷെ രേണു ചേച്ചി ലാസ്റ്റ് പറഞ്ഞു, ബിൻസിയാണ് എനിക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നത്, പക്ഷെ ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ അവിടെ തിരിച്ച് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ആരുടെ ഒന്നും ചെയ്തിട്ടില്ല. ഗെയിമിൽ പറ്റത്തില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് പിള്ളേരെ കാണണം എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി അങ്ങനല്ലേ ചേച്ചി, ഇവിടെ നിൽക്കിതൊരു ഗെയിമല്ലേ, അവരവിടെ തന്നെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഞാൻ രേണു ചേച്ചിനെ ബൂസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ മനസ്സിൽ നിന്ന് തോന്നുന്ന കാര്യങ്ങൾ, അതൊക്കെ എൻ്റെ വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം അന്ന് ഇതുപോലെ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചു, ബിൻസിയും ഗെയിം കളിക്കാൻ വന്നതാ, ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു അഞ്ജന മാം എൻ്റെ അടുത്ത് ഏഷ്യാനെറ്റിന്റെ തന്നെ ഒരു ടോക്ക് ഉണ്ടായിരുന്നല്ലോ, ആ സമയത്താണ് എടുത്ത് ചോദിച്ചത്, അവരൊക്കെ ഗെയിം കളിക്കാൻ വന്നവരല്ലേ, എല്ലാവരും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്താൽ എങ്ങനെ ശരിയാവും. പക്ഷെ അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഒറ്റയ്ക്ക് ഒരു 2 പേര് കൂടെ ഓടിയിട്ട് നമ്മൾ ജയിക്കുന്നതിനെക്കാട്ടിലും ഒരു 5-6 പേരുടെ കൂടെ ഓടി ജയിക്കുമ്പോൾ അതൊരു രസമാണ്. ഞാൻ അങ്ങനെയാ വിചാരിക്കുന്നത്. രേണു ചേച്ചിയും കൂടെ നമ്മളിവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പോകുന്നതിന് മുമ്പേ രേണു ബിഗ് ബോസിൽ പോകും, ഈ പ്രാവശ്യം എന്തായാലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും പ്രഡിക്ഷൻ ലിസ്റ്റിൽ രേണുവിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ രേണുവിനെ അതിൽ കണ്ടു, എല്ലാവരും വിചാരിച്ച പോലെ തന്നെ കറക്റ്റ് ആയിട്ട് രേണു വന്നു. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ച് രേണു എന്തെങ്കിലുമൊക്കെ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും, എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നുള്ള ഈ പ്രതീക്ഷ ശരിക്കും ആൾക്കാരെ അവിടെ അങ്ങ് തോൽപ്പിച്ചു. രേണു ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗെയിമിന്റെ രീതിയിലായിട്ട് ഒരു രീതിയിൽ അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. സൈഡിലൂടെ അവിടെയും ആ ഒരു വീടിന്റെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലും ഒരു ഭാഗമായിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു എന്നല്ലാണ്ട് രേണു പ്രത്യേകിച്ച് രേണുവായിട്ട് ഒന്നും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് ഇപ്പം കാണുന്നില്ലെന്നാണ് എല്ലാവരുടെയും ഒരു സംസാരം. അതിനകത്ത് തന്നെ പിന്നെ പറയുന്നത് രേണു കൂടുതലായിട്ടും എന്താ പറയുക, ഇമോഷണൽ ആണ്. എന്തെങ്കിലും രേണുവിന് എഗെയിൻസ്റ്റ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ തിരിച്ചു പോവുക, ഞാൻ വീട്ടിൽ പോവുക, എനിക്ക് ഒന്നെങ്കിൽ സുധിച്ചേട്ടൻ്റെ പേരെടുത്തിടും അല്ലെങ്കിൽ മക്കളുടെ പേരെടുത്തിടും, ഞാൻ മരത്തിലേക്ക് പോണു എന്ന് പറഞ്ഞു. ഇപ്പം ഇന്നലത്തെ മൊത്തം സംസാരം എന്ന് വെച്ചാൽ അവിടുത്തെ ഹൈജീനെ കുറിച്ചായിരുന്നല്ലോ ടോപ്പിക്ക്. അതായിരുന്നു ഇന്നലെ ബിഗ് ബോസ് രാവിലെ പറഞ്ഞത്. അപ്പം എല്ലാവരും ഓരോരുത്തരുടേതിനെ കുറിച്ചും സ്പെസിഫൈ ചെയ്തു, ഇതൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പം അതിനകത്ത് അനുമോള് പറഞ്ഞത് അത് രേണു എന്നിട്ട് പിന്നെ ചെന്നിട്ട് പറയുന്നുണ്ടല്ലോ, അനു നീ അത് പബ്ലിക്കലി ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല, ഇതൊക്കെ ഫാക്റ്റ് ആണ്. പക്ഷേ അപ്പോൾ ഉടനെ ഞാൻ രേണുവിന്റെ അടുത്ത ഡയലോഗ് സെയിം വീണ്ടും അതിലേക്ക് തന്നെ എത്തുന്നത്, ഞാൻ വീട്ടിൽ പോവാടാ, എനിക്ക് എൻ്റെ മക്കളുടെ അടുത്തേക്ക് പോവാൻ, ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. എപ്പോഴും സെയിം ഒരു അതിനെക്കുറിച്ച് എന്താ ബിൻസിക്ക് പറയാനുള്ളത്? രേണു എപ്പോഴും ഒരേ രീതിയിലാണ്. പക്ഷെ ആൾക്കാർ ഇവിടുന്ന് വിചാരിച്ചത് അങ്ങനെ ആയിരുന്നില്ല, രേണു തരുന്ന കണ്ടന്റ് വേറെ തന്നെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴേ എപ്പോഴും ഒരേ സാധനം തന്നെ റിപ്പീറ്റഡ്ലി. എനിക്ക് ആദ്യം പറയാനുള്ളത്, ആൾക്കാർ ഇവിടുന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലല്ല അതിനകത്തുള്ളൊരു ലൈഫ്. അതായത് ഇപ്പൊ ഏത് രീതിയിലാണെങ്കിലും നമ്മള് ഇവിടുന്ന് നമുക്ക് എന്തും പ്രഡിക്റ്റ് ചെയ്യാം, പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പൊ നല്ലപോലെ ഗെയിം കളിക്കണമെന്ന് നമ്മൾ ഇവിടുന്ന് വിചാരിച്ചു പോയാലും ചിലപ്പോൾ ഒരുപക്ഷെ അവിടുത്തെ സാഹചര്യങ്ങളെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. രേണു ചേച്ചിനെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്ത കാര്യം, രേണു ചേച്ചിയുടെ അമ്മ മിണ്ടാറുണ്ട്. അപ്പൊ പുള്ളിക്കാരിയെ ഭയങ്കര നിഷ്കളങ്കയാ, മനസ്സിലൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കുക. അപ്പൊ പുള്ളിക്കാരി ഞങ്ങളുടെ തന്നെ പറയാറുണ്ട്, ഞാൻ ഇവിടെ നിന്ന് പോകും, ഞാൻ 12 ആഴ്ചത്തെ എവിക്ഷന്റെ വീഡിയോ എടുത്തിട്ടാ വന്നിരിക്കുന്നത്, എല്ലാരും സപ്പോർട്ട് ചെയ്യണം, ഞാൻ ഇപ്രാവശ്യം അതെ അത് തന്നെ പറയണ്ടല്ലോ. ആദ്യം തന്നെ പറയണ്ടേ, ഞാൻ പോവാടാ, എനിക്ക് വയ്യ, എനിക്ക് ക്ഷീണമാണ്, എനിക്ക് ഹെൽത്ത് ഇല്ല, വയ്യ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് തന്നെ ആദ്യത്തെ ആഴ്ചത്തെ വീഡിയോ കണ്ടിട്ട് തന്നെ ലാലേട്ടൻ തന്നെ ട്രോൾ ചെയ്യല്ലോ, ലാലേട്ടൻ തന്നെ അതിന് എന്താ രേണു ഇങ്ങനെ. അപ്പൊ ഉടനെ രേണു അതൊക്കെ നമ്മളും കണ്ടുവല്ലോ. പക്ഷെ ഇപ്പൊ ഈ ഹൈജീന്റെ ടോപ്പിക്ക് വന്നപ്പോഴും രേണു വീണ്ടും അതേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യം തന്നെ, വീട്ടിൽ പോകണം എന്നുള്ളതാണ്. ഇപ്പൊ ഫിസിക്കൽ ടാസ്ക് വരുന്ന സമയത്ത് നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ പോട്ടെന്ന് വെക്കാം, ചേച്ചി ട്രൈ ചെയ്തില്ല, ചേച്ചി പോ. പണിപ്പുരയില് നമുക്ക് കയറാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പൊ ഞാൻ രേണു ചേച്ചിട്ട് പറഞ്ഞു, ചേച്ചി പോ. അപ്പൊ ചേച്ചി ഞാൻ പോയിട്ട് എന്തിനാ, ഇല്ല ചേച്ചി പോ, ചുമ്മാ അതിനകത്ത് എന്താണെന്നെങ്കിലും ഒന്ന് കാണാമല്ലോ, നമുക്ക് പോകാം എന്നാണ് എപ്പോഴും പറഞ്ഞു കൊടുക്കാറ്.
അപ്പം എനിക്ക് ഒരാവശ്യം രേണു ചേച്ചി മിഡ് വീക്ക് എവിക്ഷനി വന്നപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്നെയും ശൈത്യനെയാണ് ചൂസ് ചെയ്തത്. അപ്പൊ ഞാനാണ് മറ്റേ താക്കോല് പെട്ടി തുറക്കാനായിട്ട് നിന്നത്. അപ്പൊ ആദ്യത്തെ താക്കോൽ അപ്പൊ ഞാൻ ശൈത്യം പ്ലാൻ ചെയ്യോ എങ്ങനെയും ചേച്ചിനെ രക്ഷിക്കണം, ചേച്ചിനെ പുറത്ത് വിടരുത്, നമുക്ക് ആഗ്രഹമുണ്ട് പുള്ളിക്കാരി അവിടെ നിൽക്കണം. പക്ഷെ അതുപോലും ചേച്ചിക്കില്ല. എനിക്ക് തോന്നുന്നു വീട്ടുകാരെ മിസ് ചെയ്യുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഫിസിക്കലി പറ്റില്ല എന്നുള്ളത് കൊണ്ടും ഒക്കെ ആയിരിക്കാം. പിന്നെ അവിടുത്തെ ഒരു മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, ഫുഡ് കിട്ടില്ല. അപ്പൊ അതിന്റെയൊക്കെ കൂടെ കൊണ്ട് നമ്മൾ വീക്കായി പോകും. അതായിരിക്കാം രേണു ചേച്ചിക്ക് സംഭവിക്കുന്നത്. ഓൾറെഡി അത്ര ഹെൽത്തി അല്ലല്ലോ. അല്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കൂടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് വയ്യടാ ഇതാ ഈ ടോണാണ്. പക്ഷെ സത്യം പറയാലോ എനിക്ക് രേണു ചേച്ചിനെ ഇഷ്ടമാണ് കേട്ടോ. ആണോ? കാരണം ചേച്ചി ഗെയിമിന്റെ രീതിയിൽ മറ്റു രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ചേച്ചി അവിടെ ഒന്നും കൊടുക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അല്ലാത്ത സമയത്ത് പുള്ളിക്കാരി ഭയങ്കര പാവമായിട്ട് നമ്മുടെ സംസാരിക്കുന്നതൊക്കെ അത് കേൾക്കുമ്പോ തന്നെ ഒരു രേണു ചേച്ചിനെ കുറിച്ച് എനിക്ക് അതാണ് അഭിപ്രായം. കാരണം എപ്പോഴും പുള്ളിക്കാരി വീട്ടിൽ പോകണം അല്ലെങ്കിൽ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളില് ഭയങ്കര ഇന്നസെന്റ് ആണ്, നിഷ്കളങ്കയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പം അവിടെ എന്തൊക്കെയോ ശ്രമിക്കാനായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല പുള്ളിക്കാരിക്ക് എന്താ അവിടെ പറ്റുന്നതെന്നുള്ളത്. പക്ഷെ നിങ്ങൾ പറയില്ല ഇങ്ങനെ പോരാ, കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കളിക്കണം, കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യോ? പറയാറുണ്ട്. എല്ലാരും അങ്ങനെ പറയാറില്ല, പക്ഷെ ഞങ്ങള് കുറച്ചുപേര് പരസ്പരം പറയാറുണ്ട്. ഇപ്പൊ അനുവിനെ എനിക്ക് ഇത് പുറത്തുള്ളൊരു അനുവിനെ ഞാൻ സ്റ്റാർ മാജിക്കിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ തൊട്ടേ എനിക്ക് അനുവിനെ ഇഷ്ടമാണ്. അപ്പൊ വരുമ്പോൾ ഞാൻ പറഞ്ഞത് അനു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് അനു എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങോട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി ഫോളോ റിക്വസ്റ്റ് വന്നപ്പോൾ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു വൈബായിരുന്നു. അനു, ഞാൻ, ശൈത്യ, ഞങ്ങൾ 3 പേരും രാത്രി കൂട്ടുകാരായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബെഡിലൊക്കെ പോയിരുന്ന് എന്തിലൊക്കെ കത്തിയൊക്കെ വെച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറെ ഞങ്ങളുടെ നാട്ടിലെ കാര്യം വീട്ടിലെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം അനുവിന്റെ അടുത്ത് നമ്മൾ പറയും അനു കരയരുത്. എപ്പോഴും ഞാൻ പറയും, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അറിയാം, കരയരുത് അനു, കരയരുത്, ഗെയിമാണ്, എല്ലാരും കളിക്കാൻ വന്നിരിക്കുക, കരയരുത്. ഫസ്റ്റ് തന്നെ അനുവിന്റെ ആ ഒരു ഡോക്ടറിനെ പറഞ്ഞു എന്നുള്ള ഇഷ്യൂ ഒക്കെ വന്നപ്പം എപ്പോഴും പറയുന്നു കരയരുത്. അനു കരയുമ്പോൾ നമുക്കും കണ്ണ് നിറഞ്ഞു പോകും. അവള് ഭയങ്കര ഇമോഷണലി ഭയങ്കര എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളും കൂടിയാണ്. എന്തെങ്കിലും ഒരു ഇത്തിരി വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വിതുമ്പി അങ്ങ് പൊട്ടിക്കരയുന്ന ഒരു ക്യാരക്ടറാണ് അനുവിൻ്റെത്. വീടിനുള്ളിൽ എല്ലാവരും അനു ഫേക്ക് ആണെന്ന് പറയാറുണ്ട്. അപ്പൊ ചില സമയത്ത് നമ്മൾ ഓർക്കും അയ്യോ ദൈവമേ അനു എന്താ ഇങ്ങനെ. ചില സമയത്ത് ഇപ്പൊ ഷാനവാസിക്ക് അടുത്തൊക്കെ ഇഷ്ടം കൊണ്ടായിരിക്കും പുള്ളി തന്നെയാണ് അവളെ കുറ്റപ്പെടുത്തി ആദ്യം സംസാരിച്ചത്. അതുപോലെ അവള് ഫൈറ്റ് ഒന്നും ഉണ്ടാക്കിയില്ല, തിരിച്ച് വലിയ കാര്യത്തിൽ പ്രതികരിക്കാനൊന്നും നിന്നില്ല. അപ്പം നമുക്കറിയാം അനുനായി എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ കാണും, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിൻസി. ഇനി ഞാൻ ബിൻസിനെ ഞാൻ വേറൊരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോവാണ്. പതറാത്ത 10 ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോ ആ ചോദ്യം എന്തും ആണെങ്കിലും അതിന് പതറാതെ ബിൻസി ഉത്തരം തരും എന്നുള്ളത് ആദ്യം ബിൻസി ഇവിടെ എനിക്ക് സത്യം ചെയ്ത് പ്ലഡ്ജ് ചെയ്യണം. അപ്പൊ പതറില്ല എന്ന് പറഞ്ഞ് പ്ലഡ്ജ് ചെയ്താൽ ആ ചോദ്യങ്ങളെല്ലാം ബിൻസിയുടെ മുന്നിലേക്ക് എത്തും. ബിഗ് ബോസിലെ വലിയ വലിയ ടാസ്കുകളെല്ലാം അറ്റൻഡ് ചെയ്ത് വന്നിരിക്കുന്ന ബിൻസിയുടെ അടുത്താണോ മൈൽ സ്റ്റോണിൽ ഇങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ഇതിനപ്പുറം ചാടിക്കടന്നവളാണ്. ഓക്കെ, അപ്പൊ പ്ലഡ്ജ് ചെയ്തോളൂ. ഞാൻ പതറില്ല. ഇത് വേണോ? ആ ഇരിക്കട്ടെ. ഓക്കെ, പതറില്ല. ഞാൻ പതറില്ല. എന്തൊക്കെ ഞാനല്ലോട്ടോ ചോദ്യങ്ങൾ കൊണ്ടുവരുന്നത്, അപ്പൂസ് കൊണ്ടുവരികയാണ് എന്തൊക്കെയോ ചോദ്യങ്ങൾ. എന്തായാലും ഒന്നുറപ്പാ, ബിഗ് ബോസിന്റെ പല ടാസ്കുകളിൽ നിന്നും ഈസി ആയിട്ട് ജയിച്ചു വന്ന ബിൻസിയാണ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനാവശ്യമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് മിക്കവാറും കുഴി കൊണ്ട് കാണിക്കുന്നു. ബിൽസി നമ്മുടെ പറഞ്ഞ വാക്ക് പാലിച്ച ഒരാളാണ്. മൈൽസ്റ്റോൺ തിരിച്ചു വന്നാൽ ആദ്യത്തെ ഇന്റർവ്യൂ മൈൽസ്റ്റോൺ എന്ന് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ ഉള്ളപ്പോ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ബിൻസിക്ക് ദോഷം വരുന്നവണ്ണം ചെയ്യോ? ഒരിക്കലും ചെയ്യില്ല. ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാണ്. വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ബിൻസിനെ വീണ്ടും ഞങ്ങൾ ചെന്നൈയിലേക്ക് പറപ്പിക്കാനാണ് നമ്മളിവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്തോഷമുള്ളൂ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ തുടങ്ങാൻ സെഗ്മെന്റ് റെഡി. ഫസ്റ്റ് വൺ, ബെസ്റ്റ് ഫ്രണ്ട് ഇൻസൈഡ് ദ ഹൗസ്. ആരാ? അയ്യോ, അങ്ങനെ ചോദിച്ചാ എന്നാലും ഉള്ള എല്ലാരുമായിട്ടുള്ളതിലും കുറച്ചും കൂടെ കൂടുതൽ അടുപ്പം തോന്നിയിരിക്കുന്നത്. ഇതിപ്പോ കൺഫ്യൂഷൻ ആയല്ലോ. എനിക്ക് പേഴ്സണലി എനിക്ക് കുറച്ചുകൂടെ ഒരു ചേച്ചി ഫീൽ, അല്ലെങ്കിൽ അയ്യോടാ ആ ഒരു സാധനം തൊട്ടുള്ള നമ്മുടെ ശാരിക ചേച്ചി എടുത്താ. എനിക്ക് ഞങ്ങളിരുന്ന് ആലപ്പുഴയിൽ വീട്ടിൽ പോണ കാര്യം, പിന്നെ ചേച്ചി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ എപ്പോഴും പറയും, ബിൻസി താൻ നിൽക്കോടോ, താൻ ഇവിടെ നിൽക്കോടോ, ഞങ്ങളൊക്കെ ഔട്ടായി പോയാലും താൻ കാണുകടോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അപ്പം എനിക്കൊരു നമ്മള് വിചാരിച്ച ഒരു ശാരികയല്ല അവിടെ, ഭയങ്കര നല്ല സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു പൊളി വൈബായിരുന്നു. അപ്പൊ എനിക്ക് ചേച്ചി എടുത്ത് ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. ചേച്ചി മിഡ് വീക്കിൽ പോയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നമ്മൾ മിസ് ചെയ്തു.
മിസ് ചെയ്ത് പുള്ളിക്കാരി വന്നപ്പോ ഞാനിങ്ങ് പോന്നു. അപ്പൊ ശാരിക ചേച്ചീനെ പെട്ടെന്ന് പറയാനാണെങ്കിൽ, ഞങ്ങളുടെ ഹോട്ട് സീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ശാരികനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തോന്നുന്നുണ്ടോ ഹോട്ട് സീറ്റ് ചെയ്ത പോലെ എല്ലാരെയും പ്രൊവോക്ക് ചെയ്യുന്ന അത്ര ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ശാരികയായിട്ടാണോ തോന്നുന്നത്? അയ്യോടാ പാവമാണ് ഞങ്ങൾ ശാരിക ചേച്ചി. അതാണ് അതിന്റെ റിയൽ ഇത്. പാവാണ്, ഭയങ്കര പാവമാണ് പുള്ളിക്കാരി. അത് അവിടെ തന്നെ പുള്ളിക്കാരി വ്യക്തമാക്കിയിട്ടുണ്ട്. ജോലി നമ്മൾ ജോലിയുടെ രീതിക്ക് തന്നെ ചെയ്യും. ഒറിജിനൽ ശാരിക ഇതാണ്. അത് നമുക്ക് ഓരോ സംസാരത്തിനും നമുക്ക് മനസ്സിലാവും. ശരിക്കും നമ്മൾ പുറമേന്ന് കാണുന്ന പോലെ അല്ലെങ്കിൽ സ്ക്രീനിലൂടെ ആൾക്കാർ കാണുന്ന പോലെ പൊട്ടിത്തെറിക്കുന്ന എല്ലാരും ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് കടുകടി ചോദ്യങ്ങളായിട്ട് അങ്ങനത്തെ ഒരാളേ അല്ല. വെരി സ്വീറ്റ് ആയിട്ടുള്ള പാവം. മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ഹാബിറ്റ് ഓഫ് എ കോ കണ്ടസ്റ്റന്റ്. ആരുടെ എന്തൊരു ഇറിറ്റേറ്റിംഗ് ഹാബിറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ എപ്പോഴും പറയാറില്ലേ, നടക്കുന്നത് എപ്പോഴും ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ ഒരു കാര്യമില്ലാണ്ട് പറഞ്ഞ കാര്യം തന്നെ 4, 5, 6 പ്രാവശ്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് മനസ്സിലായി കാണുമല്ലോ, അനീഷേട്ടനാണ്. അപ്പം കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ഞാനും അനീഷേട്ടനും കൂടി ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പോലും പുള്ളിക്ക് വ്യക്തമായി നമ്മള് പുള്ളിയെടുത്ത് തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ സമ്മതിക്കത്തില്ല അനീഷേട്ടൻ. അത് തന്നെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും. ഞാൻ അങ്ങനല്ല, ഞാൻ തിരിച്ച് ആ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് പറയും, ചേട്ടാ അങ്ങനല്ല ചേട്ടാ ഇങ്ങനാണെന്ന് പറഞ്ഞ് മറുപടി ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞ ആള് പിന്നെ മിണ്ടത്തില്ല. നടപ്പാ, പിന്നൊരു നടപ്പാ. എല്ലാവരുടെ അടുത്തും അങ്ങനെ മറുപടി ഇല്ലാണ്ട് ഉത്തരം മുട്ടിക്കഴിയുമ്പോ സൈലന്റ് ആയിട്ട് അങ്ങോട്ട് നടപ്പ് നടക്കും. ഇന്നലെ ഞാൻ കണ്ടു അനീഷിന്റെ പുറകെ അപ്പാനി നടക്കണ്ടേ ഓരോന്നും. മിണ്ടില്ലല്ലോ, അതായിരുന്നല്ലോ. ഒന്നെങ്കിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടേ അനീഷ് പുറകെ നടക്കും, അല്ലെങ്കിൽ അനീഷിന്റെ പുറകെയാണ് ബാക്കി എല്ലാരും നടക്കുന്നത് എപ്പോഴും കാണാറുള്ളത് അല്ലേ? എന്തേ പറ്റും, നമുക്ക് വിചാരിച്ചൊരു സാധനം പുള്ളി തരത്തില്ല, മറുപടി ഒന്നും കിട്ടത്തില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നടക്കുന്നതാണ് നമുക്ക് ഇറിറ്റേറ്റഡ് ആവും അല്ലേ? ഓക്കെ. One contestant you think is playing a double game. പറഞ്ഞ ഫാൻസിന്റെ അടി കിട്ടുമോ എനിക്ക്? ഹൗസിന്റെ ഉള്ളിൽ 2 ആഴ്ച നിന്നപ്പം എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഷാനവാസിക്കയാണ്. കാരണം ഇക്ക തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാനൊരു ആക്ടറാണ്, ഞാൻ എന്നെ ആ രീതിയിൽ സ്നേഹിച്ച ഒരുപാട് പ്രേക്ഷകരുണ്ട്, അപ്പൊ എന്റെ ആക്ടിങ് എന്തായാലും സക്സസ്ഫുൾ ആണ്, ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള സാധനമൊക്കെ പുള്ളി ഞങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം സാധനത്തിലൂടെയാണ് പുള്ളി പോകുന്നത്. ഒരാളുടെ അടുത്ത് ഒന്ന് പറയും, മറ്റൊരാളുടെ അടുത്ത് വേറൊന്ന് പറയും. അങ്ങനെ അഭിനയം അറിയാവുന്ന ആളാണ്, നടനാണ്. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ വേണ്ടത് അഭിനയം അല്ലല്ലോ, നമ്മൾ റിയൽ ആയിട്ട് തുറന്ന് കാണിക്കണമല്ലോ. അങ്ങനെ പുള്ളി വന്നിട്ടില്ല. അപ്പൊ അത് കാരണം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. സീരിയൽ കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഷാനവാസിന്റെ? സീരിയലിലെ സൂപ്പർ ഹീറോ ആണ് ഷാനവാസ്. എല്ലാവരുടെയും എന്താ പറയാ മനസ്സങ്ങ് കീഴടക്കി എല്ലാവരുടെ ഇഷ്ടം പിടിച്ച് പറ്റിയ ഒരു ആക്ടർ തന്നെയാണ്. അപ്പൊ ആൾ ആ ആക്ടിങ് സ്കില്ലാണ് ഇവിടെ ബിഗ് ബോസിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ശരി. അടുത്തത്, യുവർ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഇൻ ദ ഹൗസ്. അങ്ങനെ ചോദിച്ചാ ഞാൻ അങ്ങനെ വലുതായിട്ട് എനിക്ക് മിസ്റ്റേക്ക് ഒന്നും ചെയ്തിട്ടില്ല. എന്നാ ഉള്ളതിൽ എന്താ തോന്നണത്? ഞാൻ എന്നാ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെയായിട്ട് എനിക്കൊന്നുമില്ല. ഈ നമ്മുടെ ജിഷേലിന്റെ ലിപ്സ്റ്റിക്കിന്റെ കേസിൽ പ്രതികരിക്കാമായിരുന്നു, അത് ഞാൻ ചെയ്തില്ലല്ലോ എന്ന് എനിക്ക് പിന്നീട് തോന്നി. ഞങ്ങൾ കിച്ചൺ ടീമിൽ നിൽക്കുമ്പോഴാണ് ജിഷേല് ചുണ്ട് ഇങ്ങനെ നല്ല റെഡ് കളർ ഇരിക്കുന്നത്. എന്താണ് ചുണ്ടത്ത്? ബീട്രൂട്ട് ആണ്. ഞാൻ പറഞ്ഞ് ജിസേലെ, ഞാനപ്പോ പ്രശ്നം ഉണ്ടാക്കിയില്ല, ഞാൻ ആരെയും വിളിച്ച് കൂട്ടി ബഹളം ഉണ്ടാക്കില്ല. ഞാൻ ജിസേലെ ആ ബീട്രൂട്ട് ഒന്ന് തന്നെ, അത് ഫ്രിഡ്ജിലാ. അപ്പൊ ഞാൻ പറഞ്ഞാ ഒന്ന് എടുത്ത് കാണിക്കാവോ, അത് ഫ്രിഡ്ജിൽ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് അറിയാം പുള്ളി കള്ളത്തരമാണ് പറയുന്നത്. ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് വിചാരിച്ചു ഞാനത് ജിഷേലിന്റെ അടുത്ത് ചോദിച്ചത് അവസാനിപ്പിച്ചു, വലിയ പ്രശ്നമാക്കിയില്ല. പിന്നെ ഓർത്തിരുന്നു ആക്കേണ്ടതായിരുന്നു, ലാലേട്ടൻ വന്ന് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഇല്ലേന്ന് ചോദിച്ചപ്പോ ഞാൻ മനസ്സിൽ ഓർത്തു പറയേണ്ടിയിരുന്നു. പക്ഷെ ആദ്യത്തെ ആ കളിയിലൊക്കെ തോന്നിയോ ജിസയിലൊക്കെ ഒരു എക്സ്പീരിയൻസും കൂടെ ഉള്ള ഒരാളാണ്, അത് വെച്ചിട്ട് ജിസയിലൊക്കെ വന്നപ്പോ തന്നെ ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിലാണ് ഗെയിം കൊണ്ടുപോകുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? ജിസയിലും ആര്യനും ഒക്കെ നല്ല വെൽ പ്ലാൻഡ് ആണ്. ഇപ്പം ഫിസിക്കൽ ടാസ്കിലൊക്കെ ആര്യൻ ജയിക്കുന്നുണ്ട്, അതല്ലാണ്ട് ബാക്കി സംസാരങ്ങളിലൊക്കെ അവൻ ഭയങ്കര ചൈൽഡിഷ് ആണ്. പക്ഷെ ജിസയിലൊക്കെ ഓൾറെഡി കളി പഠിച്ച് എന്താന്ന് അറിഞ്ഞിട്ട് വന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നല്ലപോലെ അവര് പിടിച്ച് കയറും എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഓക്കെ. ഫണ്ണിയസ്റ്റ് മൊമെന്റ് ഇൻസൈഡ് ദ ഹൗസ്. അയ്യോ, അങ്ങനെ ഞാനേ ക്ലാസ്സില് സ്കൂളിലൊക്കെ ആണെങ്കിലും കോളേജിലൊക്കെ ആണെങ്കിലും ഉറങ്ങാറ് അങ്ങനെ ഇല്ല. കാരണം ഫുൾ ടൈം സംസാരമാണല്ലോ. അപ്പൊ എല്ലാരും ബിൻസി സംസാരിക്കരുത്, മിണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞ് ടീച്ചേഴ്സ് ഒക്കെ വഴക്ക് പറയുന്ന കാരണം നമ്മൾ ഇങ്ങനെ ക്ലാസ്സിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാറുള്ളൂ. അപ്പം റേഡിയോയിലൊക്കെ ആണെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉറങ്ങത്തില്ല, എത്ര ടയർഡ് ആണെങ്കിലും ഉറങ്ങാറില്ല.
ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ലീപ്പിംഗ് ഒന്നും കറക്റ്റ് അല്ലല്ലോ, എണീക്കുന്നത് ഒരു രീതിയിലും നമ്മുടെ കറക്റ്റ് ആ ഒരു സൈക്കിൾ അങ്ങ് റെഡി ആകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനാണ് ഏറ്റവും ഫസ്റ്റ് ആ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് പട്ടി കുരയ്ക്കുന്നത്. ഉറങ്ങിക്കഴിഞ്ഞാൽ പട്ടി കുരയ്ക്കും. അപ്പൊ ലാലേട്ടൻ എൻ്റെ അടുത്ത് ഏറ്റവും ആദ്യം കയറിയപ്പോൾ ചോദിച്ചു ആരെ മിസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ 2 പെറ്റ്സ് ഉണ്ട്, ഹാബി കുഞ്ഞി ഡോഗ്സ് ആണ്, ഞാൻ മിസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ലാലേട്ടൻ പറഞ്ഞു ഞാൻ ഇടയ്ക്ക് അങ്ങ് വിടാം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഞാൻ ഓർത്തില്ല ഇത്ര പെട്ടെന്നാവുന്നു. ഞാൻ ചെന്ന് 3-ന്റെ അന്ന് 2-ന്റെ അന്ന് എന്തോ ആണ് ഉറങ്ങിപ്പോയി, പട്ടി കുരച്ചു. അപ്പൊ എല്ലാവരും വന്നിട്ട് ഫസ്റ്റ് പട്ടി കുര, കൺഗ്രാറ്റുലേഷൻസ്. അത് ഭയങ്കര കോമഡിയാണ്. ഞാൻ ഓർത്തോർത്ത് ചിരിക്കും, ദൈവമേ പുറത്തങ്ങനെ ഉറങ്ങാത്ത ഞാനാണല്ലോ. പിന്നീട് അങ്ങോട്ട് എപ്പോഴും ഉറക്കായിരുന്നു, അതൊരു തുടക്കമായിരുന്നു. ശരിക്കും നിങ്ങള് സമയം എത്രയാണെന്ന് അറിയുന്നില്ല, ഡേ ഏതാണെന്ന് അറിയുന്നില്ല, ഒന്നും അറിയാതെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ബിൻസി ഭയങ്കര ചാലഞ്ച് തന്നെയല്ലേ നിങ്ങൾക്കത്? ശരിക്കും നമുക്ക് ഒരു രീതിയിലും ഒരു ഇൻഫർമേഷനും ഒരു പിടിച്ചു കയറാൻ ഒരു കച്ചിത്തുരും പോലും ഇല്ല എന്ന് പറയത്തില്ല, അതുപോലത്തെ അവസ്ഥയായിരുന്നു. ഒരു രീതിയിൽ ഇപ്പൊ നമ്മൾ എത്ര ഇപ്പം എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ അഭിചേട്ടൻ അന്ന് പറഞ്ഞു, അതുപോലെ അപ്പാനി ചേട്ടൻ സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ ഇവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, അതുപോലും ശരിയാണോ എന്ന് നമുക്കറിയത്തില്ല. നമ്മള് എന്താ പറയുക, വെളുപ്പിനെയാണ് ഹൗസിന്റെ ഉള്ളിൽ കയറുന്നത്. അത് കഴിഞ്ഞ് അപ്പത്തൊട്ട് ടാസ്ക് തുടങ്ങി. അപ്പത്തൊട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള എപ്പിസോഡ്സിലെ ടാസ്ക് എല്ലാം നമ്മൾ രാത്രിയും പകലെന്ന് ഇതാണ്ട് സമയം അറിയാണ്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാ. അപ്പം ഇതിനനുസരിച്ച് നമുക്ക് ഒരു റെസ്റ്റ് എടുക്കാൻ സമയമോ അങ്ങനൊന്നും നമുക്ക് കിട്ടത്തില്ല, ഉറങ്ങാൻ കറക്റ്റ് സമയമില്ല. പിന്നെ എല്ലാം പോട്ടെ, ഫുഡിന്റെ സമയത്താണ് എല്ലാവർക്കും ഭയങ്കര ദേഷ്യം വരുന്നത്. കാരണം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുത്തു വരുമ്പോൾ കറിയൊന്നും തികയാറില്ല. ഒരു സ്പൂണൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു മെഴുക്കുവരട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്നത്. പിന്നെ ഉപ്പ്, മുളക്, മഞ്ഞപ്പൊടി, പഞ്ചസാര, തേയില, ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല പൊടിയായിട്ടൊന്നും. അതൊക്കെയല്ല ഞാൻ കുക്കിങ്ങിൽ വിജയിച്ചത്. ഇതുവരെ പാചകം ചെയ്യാത്ത ഞാൻ കുറച്ച് ഉപ്പ്, കുറച്ച് പൊടി, എന്റെ വേറൊന്നും അധികം ഇടാനില്ലല്ലോ അല്ലെ? മഞ്ഞപ്പൊടി, മുളക് പൊടി മാത്രമേ ഉള്ളൂ ഇടാനായിട്ട്. എന്നിട്ട് എന്താ കുക്ക് ചെയ്ത് ആദ്യമായിട്ട് ബിൻസി അവിടെ? തക്കാളിയുടെ എന്താ സംഭവം? അതെ തക്കാളി. എന്നെ ഷാനവാസിക്കാണ് കിച്ചൺ ടീമിൽ ഇട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു രീതിയിൽ പാചകം അറിയത്തില്ല, ഹോസ്റ്റലിലൊക്കെ നിന്ന് കാരണം പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല, കുക്കിംഗ് ഇഷ്ടമാണ് പക്ഷെ സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ഷാനവാസിക്ക പറഞ്ഞു ബിൻസി എന്താ അക്ബറൊക്കെ പറഞ്ഞു നല്ലപോലെ കുക്ക് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു അക്ബറിന് അറിയില്ല എന്നെ കുറിച്ച്, കുക്ക് ചെയ്യുന്ന ചുമ്മാ പറഞ്ഞായിരിക്കും, എന്തായാലും കുഴപ്പമില്ല. ഞാനപ്പോ മനസ്സിൽ വിചാരിച്ചു ഒരു ചലഞ്ചാണ്, അത് അങ്ങ് ഏറ്റെടുക്കാം, അതെന്തായാലും ചെയ്യാം, പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ടൈപ്പ് ആളല്ല ഞാൻ. പക്ഷെ എന്നാലും എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത്രയും പേർക്ക് ഇഷ്ടപ്പെടണം, അവർക്കത് കൊടുക്കണം, ആകപ്പാടെ കിട്ടുന്ന ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ മനസ്സിൽ വിചാരിച്ചാണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് തക്കാളിയൊക്കെ എടുത്ത് അരിഞ്ഞ്, ഞാൻ പിന്നെ ആരെയും അതിനകത്ത് ബുദ്ധിമുട്ടിച്ചില്ല. ഞാൻ തന്നെ എല്ലാം കട്ട് ചെയ്ത് എല്ലാം അടുത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തു. പക്ഷെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാരും നല്ലതാണ്, ഭയങ്കര ടേസ്റ്റാ. നമുക്ക് ഉപ്പ് എരിവൊന്നും അധികം ചെല്ലുന്നില്ലല്ലോ. എല്ലാ ദിവസവും പരിപ്പ്, കിഴങ്ങ്, ഇത് തന്നെ ഉള്ളൂ. അപ്പൊ അത് കാരണം എരിവൊക്കെ ചെന്നപ്പോ ഭയങ്കര സന്തോഷം. അപ്പൊ അന്ന് എല്ലാവർക്കും ആദ്യമായിട്ട് കുക്ക് ചെയ്ത ടൊമാറ്റോയുടെ എന്തോ ഒരു കറി, അതെ എന്തോ ഒരു കറി, അതെല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, പക്ഷെ എന്നിട്ട് ആ കിച്ചണിൽ വെച്ച് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോ എനിക്കൊരു ഓർമ്മ വന്നത്, ഷാനവാസ് റെന ഫാത്തിമേനെ ഏറ്റവും കൂടുതൽ അവിടെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്, നീയാണ് ഉള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി, 13-14 വയസ്സല്ലേ ഉള്ളൂ, വന്നപ്പോ തന്നെ കൂടെ ഒരു ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റെനേനെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞാൽ റെന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും യങ് ആയിട്ടുള്ളത് ബിൻസി ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഷാനവാസ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഹുക്ക് പോയിന്റ് അല്ല എന്തെങ്കിലും കൊണ്ട് ബിൻസിനെ ട്രിഗർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല, എന്റെ അടുത്ത് ഇന്ന് വരെ വന്നിട്ടില്ല. ഞാൻ അന്നൊരു ഫൈറ്റ് ഉണ്ടാക്കിയപ്പോഴേ ഷാനവാസിക്കൊക്കെ അറിയാം വേണ്ട വരണ്ട എന്ന് വിചാരിച്ചിട്ടാവാം മേ ബി, അങ്ങനെ ഒന്നും ഇതുവരെ പറഞ്ഞു വന്നിട്ടില്ല കേട്ടോ. അല്ലാതെ ഇപ്പൊ അന്ന് വഴക്കുണ്ടാക്കിയത് അല്ലാണ്ട് ഷാനവാസിക്ക് അടുത്ത് ഞാൻ പോയി മിണ്ടും ഇക്ക എന്നാ ഉണ്ട് എന്ന് ചോദിച്ച് നമ്മൾ മിണ്ടും. ഇന്ന് വരെ വേറൊരു രീതിയിൽ അനാവശ്യമായിട്ടുള്ള കാര്യത്തിന് ആരും എന്റെ അടുത്ത് ദേഷ്യപ്പെടാനോ ദേഷ്യം പിടിപ്പിക്കാനോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ശരി. അടുത്തത് വൺ വേർഡ് ഫോർ ഹോസ്റ്റ്, നമ്മുടെ ലാലേട്ടനെ കുറിച്ച് ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ. എൻ്റെ അടുത്ത് ബിഗ് ബോസ് ഹൗസിൽ ആരോടാണ് ക്രഷ് തോന്നിയെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ലാലേട്ടനോടാണെന്ന്. ലാലേട്ടനെ 2 തവണ ഹഗ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഒന്ന് ഹഗ് ചെയ്തു, ലാലേട്ടൻ എനിക്ക് ഒന്നും കൂടെ ഹഗ് ചെയ്തോട്ടെ എന്നും ചോദിച്ച് അതും കണ്ടു നമ്മൾ. ആ ഇഷ്ടം മനസ്സിലായി അതോടെ തന്നെ. ഭയങ്കര എന്റെ ചാച്ചനെ ഏറ്റവും ഇഷ്ടമുള്ള നടനാണ് ലാലേട്ടൻ. ഞാനും ചാച്ചനും ഞങ്ങളുടെ മെയിൻ പരിപാടി, ചാച്ചൻ രാവിലെ എണീറ്റ് വരുമ്പോ തന്നെ ചാച്ചൻ ഇന്ന് നടുവേദന, വണ്ടി ഓടിക്കാൻ പോവാൻ വയ്യ, റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ചാച്ച ഇപ്പൊ റെസ്റ്റ് എടുത്തോ, പക്ഷെ ഉച്ച കഴിഞ്ഞ് ഒരു വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു റീൽ എടുക്കാന്ന് പറയും. പിന്നെ വയ്യാത്ത അപ്പനെയും വിളിച്ച് ഞാൻ റീൽ എടുപ്പിക്കും. എല്ലാം ചെയ്യുന്ന ലാലേട്ടന്റെ സാധനങ്ങളാണ്. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ കാണും, ഫുൾ ലാലേട്ടൻ ഫാനാണ് ചാച്ചൻ. അപ്പൊ ചാച്ചൻ എൻ്റെ അടുത്ത് ലാലേട്ടനെ കാണുമ്പോഴേക്കും അന്വേഷണം പറയണേ എന്നൊക്കെ പറഞ്ഞാ പോകുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഫുൾ എൻ്റെ മനസ്സിൽ എൻ്റെ അപ്പന്റെ മുഖമായിരുന്നു. കാരണം
ഭയങ്കര പ്രൗഡായി. ഞാൻ അപ്പൻ എന്തോ ഒരു സന്തോഷിക്കുന്ന വിചാരിച്ചത്. ശരിക്കും അപ്പൊ ഭയങ്കര ഒരു അഭിമാന നിമിഷമായിരുന്നു. ലാലേട്ടനെ പോലെ എത്രയും വലിയൊരാളുടെ അടുത്ത് നിന്ന് സംസാരിക്കുക. അപ്പൊ എന്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ബിൻസി എക്സൈറ്റ്മെന്റ്, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ആളാ, ഭയങ്കര സന്തോഷമായിരിക്കും എനിക്ക്, ഒരു വാക്കുപോലും പതറിയില്ല. ബിൻസി ഭയങ്കര രസമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇഷ്ടം കൊണ്ടാ, പ്രൗഡായിരുന്നു. ഒറ്റ വാക്കി പറഞ്ഞ അഭിമാനം തോന്നിപ്പോയി. ഞാൻ സന്തോഷിക്കുന്നതിലുപരി വീട്ടുകാരത് കാണുമ്പം സന്തോഷമാകുമല്ലോ എന്നാണ് എന്റെ മനസ്സിൽ തോന്നിയത്. അപ്പച്ചനായിരുന്നു അപ്പൊ കൂടെ വന്നത്? അങ്ങോട്ട് ചാച്ചനാണോ കൂടെ വന്നത്? ചാച്ചൻ എന്ന് വെച്ചാൽ ബ്രദറോ? അല്ല, അപ്പൻ. അപ്പനെ തന്നെയാണ് ചാച്ചനെ വിളിക്കുന്നത്. ചിലരും ബ്രദറിനെ ചാച്ചനെ വിളിക്കാറുണ്ടല്ലോ. ഓക്കെ, അപ്പം അന്നേരം ചാച്ചൻ ലാലേട്ടനായിട്ട് നേരിട്ട് കണ്ടില്ലേ? ഇല്ലില്ല, നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു കൂടെ നമുക്ക് ഒരാളെ കൊണ്ടുവരാം, അത് ഫാദർ ഓർ മദർ ആയിരിക്കണം. ഇതുവരെ അങ്ങനത്തെ ഒരു സീസണിലും ആരെയും കൂടെ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ നമുക്കറിയില്ല എന്താണ് കാര്യം, എന്തിനാണ് ഇനി ലാലേട്ടൻ്റെ കൂടെ സ്റ്റേജിൽ നിർത്താനാണോ, നമുക്ക് ഒരു രീതിയിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവർ തന്നെയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം എടുത്തു തന്നത്. നമ്മൾ ചാച്ചനുമായിട്ട് പോവാണ് തലേ ദിവസം. അവിടെ ചെന്നപ്പോഴും നമുക്കൊരു ഐഡിയ ഒന്നുമില്ല. ഇവർ ഭയങ്കര പ്രൈവസി കീപ്പ് ചെയ്യുന്ന ആൾക്കാരായത് കാരണം ഒരു രീതിയിൽ നമുക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞു ബിൻസി ഒരു ടാസ്ക് ഉണ്ട്, ടാസ്കിനുള്ള ഡ്രസ്സ് ഇട്ട് റെഡി ആയിട്ട് നിൽക്കൂ, കൂടെ വന്ന ആളും വരണമെന്ന് പറഞ്ഞു. പിന്നെ ചാച്ചനും ഞാനും കൂടെ പോയാണ് ആദ്യത്തെ ടാസ്ക് ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് അറിയത്തില്ല ഇത് എന്തിനുള്ള ടാസ്ക് ആണ്, ഇത് നമ്മൾ ഏത് രീതിയിൽ ബാധിക്കും, എന്തൊക്കെയാണ് ഇതിന്റെ വരുന്ന ഒന്നും നമുക്കറിയില്ല. ടാസ്ക് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ടാസ്കിന്റെ ടൈമിന്റെ അനുസരിച്ചാണ് നമുക്ക് നമ്മുടെ ഡ്രസ്സ് എടുക്കാൻ പറ്റുന്ന ബാഡ്ജ് കിട്ടുക എന്നുള്ളത്. നമുക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ അപ്പൊ അപ്പോഴും ചാച്ചന് ലാലേട്ടനെ കാണാൻ പറ്റിയില്ല. ഭയങ്കര വിഷമായിരുന്നു. ഭയങ്കര വിഷമായി പോയി കാണും അല്ലെ? കണ്ടിരുന്നെങ്കിൽ ചാച്ചൻ എന്ത് സന്തോഷമായി. ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞു ചിലപ്പോ ലാലേട്ടനെ കാണിക്കാനാണ് വിളിക്കുന്നത്, ഞാനൊരു ബ്ലാക്ക് കളറിലെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വരാം. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, അന്ന് ഞാനൊരു മെറൂൺ കളറിലെ ഷർട്ട് എടുത്തിട്ട് വരാന്ന് പറഞ്ഞൊരു കസവ് മുണ്ട് ഷർട്ട് എല്ലാം മേടിച്ച് തലേന്ന് പോയി മേടിച്ച് വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു വെച്ചോ, ആവശ്യം വരും, എപ്പോഴെങ്കിലും ഞാൻ കാണിക്കും. മിക്കവാറും വൈൽഡ് കാർഡ് എൻട്രിയിലേക്ക് ബിൻസി ഇതേ അവർ തിരിച്ചു വിളിക്കുമ്പോൾ ചാച്ചനെയും കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ അങ്ങനെ കാണാനുള്ള ഒരു നിമിഷം ഉണ്ടാവട്ടെ എന്ന് ശരിക്കും പ്രാർത്ഥിക്കുന്നു കേട്ടോ. ചാച്ചന് ഒരുപാട് സന്തോഷാവും. അപ്പൊ അടുത്ത ചോദ്യം, യുവർ ഫേവറേറ്റ് ടാസ്ക് ഇൻസൈഡ് ദി ഹൗസ് ഏതായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ട ടാസ്ക്? ഇഷ്ടപ്പെട്ട ടാസ്ക് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൽ സാധനം വെക്കുന്ന ടാസ്ക് അടിപൊളിയായിരുന്നു. അതായത് നമ്മള് മിഡ് വീക്ക് എവിക്ഷനിൽ വന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നിന്നെങ്കിലും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കളിച്ചത്. അപ്പോൾ ഇത്ര സമയമുള്ളൂ, അതിനുള്ളിൽ ഓടിപ്പോയി നമ്മൾ സാധനങ്ങൾ എടുക്കുക. കുറേ സാധനങ്ങൾ അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്, അത് പോയി എടുക്കുക, ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിറയ്ക്കുക. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ രേണു ചേച്ചിക്ക് വേണ്ടിയാണ് കളിച്ചത്. അപ്പൊ നമ്മൾ ഓടിപ്പോയി നിറയ്ക്കുന്നു, തിരിച്ചു വരുന്നു, നിറയ്ക്കുന്നു, തിരിച്ചു വരുന്നു, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. അങ്ങനെ നിറച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് ബിഗ് ബോസ് ട്വിസ്റ്റ് കൊണ്ടുവന്നത്. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് വേണേലും കുത്തി നിറയ്ക്കുക എന്നുള്ളതായിരുന്നില്ല. യൂസ്ഫുൾ ആയിട്ടുള്ള ശരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ മാത്രമേ വെക്കാൻ പാടുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ കുറെ പേരുടെ പോയിന്റ്സ് കുറഞ്ഞു. ഞാനിപ്പോ ബുദ്ധിപരമായിട്ട് കുറച്ച് നാരങ്ങയൊക്കെ പെറുക്കിയായിരുന്നു. അവിടെ ഒരു ക്യാപ്പ് കിടന്നു, അതിനുള്ളിൽ കുറെ നാരങ്ങ പെറുക്കി വെച്ചു. അപ്പൊ ഏറ്റവും കൂടുതൽ കൗൺസില് ഞങ്ങള് 3ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ എന്തായിരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷമായി, ബുദ്ധിപരമായിട്ട് ചെയ്ത കാരണം സന്തോഷമായി. ഓക്കെ, അടുത്തത് ദ മോസ്റ്റ് ഓവർ ആക്ടിങ് കണ്ടസ്റ്റന്റ്. ഞാൻ നെവിന്റെ കേസ് പറയും. നെവിൻ ശരിക്കും അങ്ങനെയുള്ള ഒരാളല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നെവിനെ പുറത്തുള്ള നെവിനെ എനിക്ക് അറിയത്തില്ല, ഹൗസിനുള്ളിലുള്ള നെവിനെ എനിക്ക് അറിയുള്ളൂ. അപ്പൊ നെവിൻ ഭയങ്കര ഫണ്ണിയാണ്, എല്ലാരെയും ചിരിപ്പിക്കും. പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് പോലും ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് തമാശ എപ്പോഴും നമ്മൾ തമാശയായിട്ട് എടുക്കണം എന്നില്ലല്ലോ. അപ്പൊ സീരിയസ് ആയിട്ട് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നെവിൻ വന്നിട്ട് ഭയങ്കര ഫണ്ണായിട്ട് സില്ലിയാക്കി അങ്ങ് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നെവിനും കൂടെ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നത്. അതായത് നോമിനേഷനിൽ നമ്മൾ ഒരു വ്യക്തിയുടെ പേര് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം നമ്മൾ പറയണം. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പം നെവിൻ എൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ നെവിനോട് ചോദിച്ചു, നെവിനെ റീസൺ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഇതിന് മുമ്പ് നെവിൻ പുകഞ്ഞ ഉള്ളി പുറത്തെന്ന് പറഞ്ഞ ടാസ്കിന് എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റീസൺ ചോദിച്ചു, പറഞ്ഞു പ്രത്യേകിച്ച് അങ്ങനെ കാര്യമൊന്നും ഇല്ല എന്നാണ് അവൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചോദിച്ചു, എന്നെ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യണം, അപ്പൊ റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ നെവിൻ പറഞ്ഞു, അത് ബിൻസി പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല, നീ ഒരിക്കൽ എന്റെ പേര് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ തിരിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു കൃത്യമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഫൈറ്റ് തുടങ്ങിയ സമയത്താണ് റിയൽ നെവിൻ പുറത്തു വരുന്നത്, വേറൊരാളായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, ബിൻസി നീ അന്ന് വഴക്കുണ്ടാക്കിയപ്പോഴാണ് നെവിന്റെ വേറൊരു മുഖം ഞങ്ങൾ കണ്ടത്, വേറൊരാളായിരുന്നു ആ സമയത്ത് നെവിൻ. അപ്പം നമ്മൾ നെവിനോട് ചോദിക്കും, നെവിൻ എങ്ങനെയാണോ? അപ്പൊ നെവിൻ പറയാം, ഇതെന്റെ ഗെയിമാണ്, ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു, ശരിക്കുള്ള ഞാൻ ഇങ്ങനല്ല എന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചില സമയത്ത് ഓവറായിട്ട് തോന്നിയിട്ടുള്ള ആള് നെവിനാണ്. ആരുടെ ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അയ്യോ, അത് ടാസ്ക് ആയി പോയല്ലോ. ആറ് ഫുഡ് ജിഷേൽ ഉണ്ടാക്കുന്ന പാടില്ല, ഉത്തരം പറയാനായിട്ട്. ജിഷേൽ ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ജിഷേല്
നമ്മുടെ നാടൻ സാധനങ്ങളെക്കാട്ടി കുറച്ചുകൂടെ സ്പൈസി ആയിട്ടൊക്കെ ആയിരിക്കും നിശാൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ഒനീൽ ചേട്ടന്റെ കിച്ചൺ ടീം കയറിയ സമയത്തുള്ള ഫുഡൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ആണോ? ആ ഒരു ഞങ്ങളുടെ കിച്ചൺ ടീമിനെ കുറ്റം പറയല്ലോ കേട്ടോ, ഞങ്ങളുടെ അങ്ങനെയല്ലല്ലോ, നമുക്ക് ചിലവരുടെ ഭക്ഷണം നമുക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നില്ല. അതെ. അപ്പൊ ജിഷേൽ എങ്ങനെ അവളുടെ കുക്കിംഗ് വെച്ചാൽ സ്പൂണൊന്നും എടുത്തിട്ടൊന്നുമല്ല, കുറച്ച് പൊടി ഇങ്ങനെ ഇടും, കുറച്ച് ഇതിടും. ഇപ്പൊ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പുള്ളിക്കാരി പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കത്തില്ല, അതിനകത്ത് കുറച്ച് എരിവിടും. അപ്പൊ ചില സമയം ഭയങ്കര ഉപ്പ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മളത് കഷ്ടപ്പെട്ടത് കഴിച്ചിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ബഹളം ഉണ്ടാക്കേണ്ട, ഞങ്ങൾ തന്നെ കിച്ചൺ ടീമിനെ കുറ്റം പറയണ്ടല്ലോ, നമ്മളൊരു ടീമല്ലെന്ന് വിചാരിച്ച് കഴിച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് ഫസ്റ്റ് കിച്ചൺ ടീം നമ്മുടെ ഒനീൽ, ബിന്നി, സരിക ചേച്ചിയൊക്കെയുള്ള സമയത്തുള്ള ഫുഡായിരുന്നു കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. അതിലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് എന്താന്ന് ഓർമ്മയുണ്ടോ? ഡിഷ് അവരുണ്ടാക്കി തന്നതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയത്? ഡിഷ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എല്ലാം നല്ലതായിരുന്നു. ആണോ? ആ ഒരു ടീമിന്റെ ഫുഡ് എല്ലാം നല്ലതായിരുന്നു. ഒനിൽ ചേട്ടന്റെ കുക്കിംഗ് നൈസ് ആണ്. ആണല്ലേ? ഓ, ഓക്കെ. അപ്പൊ പതറാത്ത 10 ചോദ്യങ്ങളിലെ ലാസ്റ്റ് ചോദ്യമാണ്. പതറാതെ കുട്ടി ഉത്തരം പറഞ്ഞോളൂ. ലാസ്റ്റ് ചോദ്യം, ഹൗസ് മേറ്റില് ഏറ്റവും കൂടുതൽ ഗോസിപ്പ് ചെയ്യണത് ആരാണ്? നല്ല ചോദ്യം. ആരാണ്? തീർന്നു, ചോദ്യം തീർന്നു. അതേ ഉള്ളൂ ലാസ്റ്റ് ചോദ്യം. അക്ബറൊക്കെ അപ്പാനി ചേട്ടനായിരിക്കും. രണ്ടുപേരുടെയും പേര് പറയാൻ പറ്റൂല. അക്ബറൊക്കെ ആയിരിക്കും. അതായത് ഇവര് തമ്മിലിരുന്ന് സംസാരിക്കുമ്പോ നമ്മൾ കൂടുതൽ അതിനകത്ത് ഇടപെടാൻ നിൽക്കത്തില്ല, എങ്കിലും എടാ അത് കണ്ടില്ലേ, എടാ അവരിങ്ങനെ ചെയ്യുന്ന കണ്ടില്ലേ, ഇങ്ങനെ ചെയ്യുന്ന കണ്ടില്ലേ, അത് സൂക്ഷിക്കണം, ഇത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് പറയാറുണ്ട്. അപ്പം മിക്കവാറും എന്ത് ടാസ്ക് കഴിഞ്ഞാലും, എന്ത് വഴക്ക് കഴിഞ്ഞാലും, എന്ത് സംസാരം കഴിഞ്ഞാലും ഇവരങ്ങനെ അതിനെ കുറിച്ച് ഗെയിം പ്ലാൻ ആണോ അതൊന്നും എനിക്ക് അറിയത്തില്ല, അവർ ഒറ്റയ്ക്ക് കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇവര് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇങ്ങനെ, എടാ അതെങ്ങനെയാണ്. ഇപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് എന്റെ ഒരു വീഡിയോ കാണുന്നത്, എടാ ബിൻസിനെ സൂക്ഷിച്ചോണം, അവളെ വളരാൻ അനുവദിക്കരുത്, അവളെ നോമിനേറ്റ് ചെയ്യണം, അവള് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ അങ്ങനെ പറയുന്നത് അവരാണ് കൂടുതലും. അപ്പൊ പേടിയുണ്ടായിരുന്നു അക്ബറിന് ബിൻസി അവിടെ. ബിൻസി ഔട്ടായെന്ന് അറിഞ്ഞപ്പോ ശരിക്കും ഒരു പക്ഷെ ഏറ്റവും മനസ്സിൽ ലഡു പൊട്ടിയത് അക്ബറിന്റെ ആയിരിക്കണം. എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല, അങ്ങനെ ആണോ ഇല്ലെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ ഞാൻ വീഡിയോ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി, ദൈവമേ. ഇങ്ങനെ ഞാൻ ആ ഷാനവാസിക്കായിട്ടുള്ള ഫൈറ്റ് കഴിഞ്ഞപ്പോ, എടാ ബിൻസിയുടെ സംസാരം കണ്ടില്ലേ, അക്ബർ മാത്രമല്ല എടാ അപ്പാനിയും ഉണ്ട്, രണ്ടുപേരും കൂടെ പറയുന്നത് അവള് ഭയങ്കര സ്ട്രോങ് ആണ്, അവളെ നോമിനേറ്റ് ചെയ്താലോ, അവൾ ഈ ആഴ്ച പുറത്ത് കളയണം എന്നൊരു സാധനം. അത് ഭയങ്കരമായിട്ട് ഇപ്പൊ ഓടുന്നുണ്ട് ആ വീഡിയോ. അപ്പം അറിയില്ല ആരുടെക്കുള്ളിൽ എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് അതിനകത്ത് നിൽക്കുമ്പോൾ നമുക്കറിയില്ല, നിങ്ങളാണ് എല്ലാം കാണുന്നത്. ഓക്കെ, അടുത്തത് ഇപ്പം ഷാനവാസ് ഇന്നിപ്പോ ടോപ്പിക്ക് മാറി വന്നിട്ടുണ്ട്, ഇപ്പൊ ഹൈജീനായി. പക്ഷെ ഇന്നലെയൊക്കെ ഷാനവാസ് ബിൻസി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ബിൻസിയുടെ പേരും പറഞ്ഞ് വെറുതെ ശരത്തിനായിട്ട് ഇങ്ങനെ ട്രിഗർ ചെയ്ത് ഓരോന്നും പറയുന്നില്ലേ. ഇപ്പൊ ബിൻസിക്ക് ശരത്തിന്റെ അടുത്ത് നിങ്ങളെ രണ്ടുപേരെയും വെച്ചിട്ട് ഷാനവാസ് ഉണ്ടാക്കി പല കഥകളും. ശരത്തിന്റെ അടുത്ത് ഒരു മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു കാര്യം പറയാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? ശരത്തേടൻ്റെ ഒന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഷാനവാസ് അതിലുപരി ഞങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് അറിയാം. അത് മാത്രമല്ല ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന അക്ബർ, സരിക ചേച്ചി, അല്ല മറ്റുള്ള എല്ലാവർക്കും, ബിന്നി, എല്ലാവർക്കും അറിയാം എന്താണ് അവിടെ നടന്നത്. ആപ്പാടെ 2 ദിവസത്തെ കൂട്ടേ ഉള്ളൂ ശരത്തേട്ടനായിട്ട്. ആ ഫസ്റ്റ് ഡേ തന്നെ നമ്മളൊരു ബ്രദർ വൈബ് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ചാച്ചനെ പോലെ ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെയാണ് കൂട്ടുകൂടി തുടങ്ങുന്നതും ഒക്കെ. അപ്പം പുള്ളിയുടെ ഒന്നും പറയാനില്ല പ്രത്യേകിച്ച്. പിന്നെ ഷാനവാസൊക്കെ കണ്ടന്റ് ചെയ്യാനല്ലേ മോനെ ഇതൊക്കെ കാണിക്കുന്നത്, അതിലൊന്നും പതറരുത്, അത്രേ ഉള്ളൂ പറയാൻ.